നമ്മളെല്ലാവരും ഒത്തിരി പ്രാവശ്യം കേൾക്കുകയും തിരുവചനത്തിൽ വായിക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ ദൂതന്മാരെക്കുറിച്ച്, സ്വർഗീയ ദൂതന്മാരെക്കുറിച്ച്. ആരും വായിക്കാത്തതായിട്ട് കാണത്തില്ല, കേൾക്കാത്തതായി കാണത്തില്ല. കേൾക്കാത്ത ആരുമില്ലല്ലോ ദൈവത്തിൻ്റെ ദൂതന്മാരെക്കുറിച്ച്, സ്വർഗീയ ദൂതന്മാരെക്കുറിച്ച്. ഏഞ്ചൽസ്, അവരെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്, അവരെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടെ കേട്ടാട്ടെ, യാതൊരു മുൻവിധികളുമില്ലാതെ ഇത് മനസ്സിലാക്കുവാനായി ഹൃദയത്തെ തുറന്നാട്ടെ. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ സ്വർഗീയ ദൂതന്മാരെന്ന് പറഞ്ഞപ്പോൾ, ദൈവദൂതന്മാരെന്ന് പറഞ്ഞപ്പോൾ, ഏഞ്ചൽസ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന പിക്ചർ എന്തായിരിക്കും? എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന പിക്ചർ? ദൂതന്മാരെന്ന് കേൾക്കുമ്പോൾ വളരെ സൗമ്യമായി സംസാരിക്കുന്ന 2 ചിറകുകൾ വെച്ച ഒരു കുഞ്ഞു മാലാഹ ഭവനത്തിനകത്ത് ഇറങ്ങി വന്ന് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടോ ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ കണ്ടിരിക്കുന്നത്? നിങ്ങളുടെ മനസ്സിലുള്ള ദൂതന്മാരെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത എന്താണ്? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുവാണ്. നിങ്ങളുടെ മനസ്സിൽ ദൂതൻ എന്ന് കേട്ടപ്പോൾ എന്താ വന്നത്? നമ്മൾ സാധാരണ ക്രിസ്മസിനൊക്കെ പുൽക്കൂട്ടിനകത്ത് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കും, ചിറകുള്ള ഒരു കളിപ്പാട്ട പാവ ഇങ്ങനെ തൂങ്ങി നിൽക്കും. ഇങ്ങനെയുള്ളതാണോ നിങ്ങളുടെ മനസ്സിലെ ദൂതൻ? ദൂതന്മാർ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആഗ്രഹമുണ്ട്. മഞ്ജുസിന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്? ഉണ്ട്. ദൂതന്മാർ നമ്മോട് സംസാരിക്കുന്ന ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുവാണ്, ഇന്ന് രാത്രി നിങ്ങളുടെ ഭവനത്തിൽ, ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ ദൂതൻ വന്ന് തട്ടി വിളിച്ചാൽ, തട്ടി വിളിക്കാനിരിക്കുക, നിങ്ങൾ ആ ദൂതനെ തിരിച്ചറിയുമോ? നിങ്ങൾക്ക് ദൂതനെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണ്? പത്രോസ് ജയിലിൽ കിടക്കുമ്പോൾ ദൂതൻ വന്ന് തട്ടി വിളിച്ചു എന്നാ. നിങ്ങളെ വന്ന് ദൂതൻ തട്ടി വിളിച്ചാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? ദൂതനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, ദൈവമേ ദൂതനെ കാണണം, ദൂതനോട് സംസാരിക്കണം ഒക്കെ ആഗ്രഹിക്കാറുണ്ട്. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ, പ്രത്യേകിച്ച് വിശ്വാസികളുടെ സമൂഹത്തിനകത്ത് തന്നെ ദൂതന്മാരെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് പലർക്കും ഉള്ളത്. എനിക്കും അങ്ങനെ ആയിരുന്നു. ഇതിന് 2 എക്സ്ട്രീമുണ്ട്. നമ്മൾ ഈ 2 എക്സ്ട്രീമിലേക്കും പോകാൻ പാടില്ല. ഒന്ന് ചിലരുണ്ട് പറയും ദൂതന്മാരോട് പ്രാർത്ഥിക്കാം, ദൂതന്മാരെ ആരാധിക്കാം. അത് വചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. നമ്മൾ ദൂതന്മാരെ ആരാധിക്കുന്നവരല്ല, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അപ്പോൾ അതേസമയം തന്നെ ദൂതന്മാരെ കുറിച്ചുള്ള നെഗറ്റീവ് കാഴ്ചപ്പാടും പാടില്ല. അതായത് ദൂതന്മാരില്ല, അല്ലെങ്കിൽ ദൂതന്മാർ ഇന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ചിന്തയും പാടില്ല. ദൂതന്മാർ ഇന്ന് പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തെ തന്നെ ഇഗ്നോർ ചെയ്യുന്ന, അവഗണിക്കുന്ന ഒരു രീതി, അതും ശരിയല്ല. ബൈബിളിൽ നമ്മൾ നോക്കിയാൽ ഏകദേശം 300-ലധികം സ്ക്രിപ്റ്റേഴ്സ് ദൂതന്മാരെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. 300-ലധികം. പുതുനിയമത്തിൽ തന്നെ 175-ലധികം പ്രാവശ്യം ദൂതന്മാരെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അത് തന്നെ മാത്രം മതി ദൂതന്മാരുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനായി. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാം ഒരിക്കലും ദൂതന്മാരെ ആരാധിക്കുന്നവരല്ല. അവർക്ക് കൊടുക്കേണ്ടതായ പ്രാധാന്യം കൊടുക്കണമെന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞോളൂ. നമുക്ക് അവരെക്കുറിച്ചൊരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം. കാരണം നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ അവർക്കുള്ള പ്രാധാന്യം വളരെ വളരെ വലുതാണ്. ബൈബിളിൽ അബ്രഹാം തുടങ്ങി ഇങ്ങോട്ടുള്ള ഒത്തിരി പേര്, അബ്രഹാം ആയിക്കോട്ടെ, ഇസഹാക്ക് ആയിക്കോട്ടെ, ദാനിയേൽ ആയിക്കോട്ടെ, ഏലിയാവ് ആയിക്കോട്ടെ, ഈവൻ ജീസസ് ആയിക്കോട്ടെ, അവരുടെയൊക്കെ ജീവിതത്തിൽ ദൂതന്മാരുമായിട്ടുള്ള സമ്പർക്കം നമുക്ക് കാണാൻ കഴിയും. അബ്രഹാമിൻ്റെ നാൾ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ദൂതന്മാരുമായി ഇവർ സംസാരിക്കുന്ന കാണാൻ പറ്റും. ദൂതന്മാരുടെ സാന്നിധ്യം ഇവരുടെ ലൈഫിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പലരും ചോദിക്കാം, ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ അല്ലേ? പുതുനിയമ സഭയ്ക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവുള്ളപ്പോൾ പിന്നെ നമുക്ക് ദൂതന്മാരുടെ ആവശ്യമുണ്ടോ? നമുക്ക് ആകെ ഒരു എക്സാമ്പിളേ ഉള്ളൂ. ആരാ? യേശു കഥാവ്. യേശുവാണ് നമുക്ക് എക്സാമ്പിൾ. യേശു കഥാവ് പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവനാണ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ ഭൂമി നടന്നവനാണ്. ഹി വാസ് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു. സ്റ്റിൽ എന്നിട്ടും യേശുവിന് ദൂതന്മാരുടെ സഹായം ആവശ്യമായിരുന്നു. ബൈബിളിലുടനീളം നോക്കിയാൽ യേശുവിൻ്റെ ജനനം അനൗൺസ് ചെയ്തത് ആരായിരുന്നു? ദൂതന്മാരാണ്. നാട്ടുകാരന്മാരോട് അനൗൺസ് ചെയ്തത് ദൂതന്മാരായിരുന്നു. യേശുവിൻ്റെ ജനന സമയത്ത് ജോസഫിനോട് സ്വപ്നങ്ങളിലൂടെയൊക്കെ സംസാരിച്ച് ദൂതന്മാരായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് നോക്കിയാൽ യേശുവിൻ്റെ ശുശ്രൂഷയിൽ യേശു പരിശുദ്ധാത്മ നിറഞ്ഞവനായി നടന്ന് ആ പരിശുദ്ധാത്മാവിൻ്റെ ഡിറക്ഷനിൽ യേശു സാത്താൻ്റെ പരീക്ഷണത്തിന് വിധേയമായി കഴിയുമ്പോൾ വചനം പറഞ്ഞ ഇങ്ങനെയാണ്, സാത്താൻ അവനെ വിട്ടുപോയി, ദൂതന്മാർ അവനെ വന്ന് ശുശ്രൂഷിച്ചു. അതിനുശേഷം ഗെത്സമനെ തോട്ടത്തിൽ തൻ്റെ മരണത്തിന്, ക്രൂശ് മരണത്തിന് തൊട്ട് മുന്നായി യേശു വേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ
വചനം പറയുന്ന ലൂക്കോസ് സുവിശേഷം വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി അവനെ ബലപ്പെടുത്തി. പരിശുദ്ധാത്മ നിറഞ്ഞവനായ യേശു ദൂതന്മാരുടെ ശുശ്രൂഷയെ നോ പറഞ്ഞില്ല എങ്കിൽ നമ്മൾ അത്രയധികം അതിന് നമുക്ക് ആവശ്യമായിരിക്കുന്നു. നമുക്ക് പലപ്പോഴും ഈ ദൂതന്മാരുടെ സാന്നിധ്യത്തെ മിസ്സാവാനുള്ള റീസൺ നമ്മൾ അതിനെക്കുറിച്ചുള്ള ബോധവാന്മാരല്ല. മറ്റൊരു കാര്യം, പലപ്പോഴും നമ്മൾ അതിനെതിരായി സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ബൈബിൾ ഉടനീളം നോക്കിയാൽ നമുക്ക് ദൂതന്മാരെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ ദൂതന്മാരെ അവഗണിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത്, സ്വർഗത്തിൽ നമ്മളെ പിതാവ് സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഹെവൻലി അസിസ്റ്റൻസ്, സ്വർഗീയമായ സഹായത്തിനായി ദൈവം നൽകിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ മിസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ദൈവം നമുക്ക് വിളിച്ചിരിക്കുന്ന ആ സഹായത്തെ നമ്മൾ അവഗണിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ഭവനത്തിൽ ഒത്തിരി ജോലിക്കാരുണ്ട് വിചാരിക്കുക. ഞാൻ സിമ്പിളായിട്ടാണ് പറയുന്നത്, ഒത്തിരി ജോലിക്കാർ. അപ്പം നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ സ്വാഭാവികമായും ആ കുഞ്ഞിന് ആ ജോലിക്കാരൊക്കെയും ആ കുഞ്ഞിൻ്റെയും ജോലിക്കാരാണ്. ശരിയല്ലേ? ആണോ ഇല്ലയോ? ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, യേശുവിന് ഇത്രയധികം ദൂതന്മാരുടെ അകമ്പടി ഉണ്ടായിരുന്നു. ഒത്തിരി സമയത്തൊക്കെ ഈ ദൂതന്മാർ യേശുവിനോട് സംസാരിച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, അത് ദൈവപുത്രനല്ലേ? യേശു ദൈവപുത്രനായതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ മകനായതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായിരുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്. ശരിയാണ്, യേശു ദൈവത്തിൻ്റെ മകനായിരുന്നു. നാം ഓരോരുത്തരും ആരാണ്? നാം ആരാണ്? വചനം പറയുന്നു, നാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്. നാം ദൈവത്തിൻ്റെ മക്കളായിരിക്കുമ്പോൾ നമുക്കും യേശുവിനെ പോലെ സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. സങ്കീർത്തനങ്ങൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ എല്ലാ വഴികളിലും നമ്മെ കാക്കേണ്ടത് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും അവൻ്റെ ദൂതന്മാർ പാളയമിറങ്ങിയിരിക്കുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനമാണ് നമ്മോട് സംസാരിക്കുന്നത്. നമുക്ക് ചുറ്റും സ്വർഗീയ ദൂതന്മാരുണ്ട്. സ്വർഗീയ ദൂതന്മാർ ആരാണെന്ന് ചോദിച്ചാൽ, എബ്രായ ലേഖനം 1-14 വാക്യം. സ്വർഗീയ ദൂതന്മാർ ആരാണ്? എബ്രായ ലേഖനം 1-14 വാക്യം. ദൂതന്മാരൊക്കെയും, ഏഞ്ചൽസ്, അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവക ആത്മാക്കൾ അല്ലയോ? ദേ ആർ മിനിസ്റ്ററിംഗ് സ്പിരിറ്റ്സ്. ആരുടെ? Those who are obtaining salvation. രക്ഷ പ്രാപിപ്പാനുള്ള, നമുക്ക് ഓരോരുത്തർക്കും സേവനം ചെയ്യുന്ന, നമ്മെ ശുശ്രൂഷിക്കുന്ന സേവന ആത്മാക്കളാണ് ദൂതന്മാർ. ഹല്ലേലൂയ. അവർ നമ്മെ ശുശ്രൂഷിപ്പാനായി ദൈവം നൽകിയിരിക്കുന്നതാണ്. ദൈവം ഒന്നും തന്നെ ഒരു പർപ്പസ് ഇല്ലാതെ, ഒരു ഉദ്ദേശമില്ലാതെ ഒന്നിനെയും സൃഷ്ടിക്കത്തില്ല. നമ്മെ ഉൾപ്പെടെ സ്വർഗീയ ദൂതന്മാരെ ദൈവം സൃഷ്ടിക്കുകയും നമുക്ക് വേണ്ടി ആക്കി വച്ചിരിക്കുകയും ചെയ്യുന്നത് വ്യക്തമായ പദ്ധതിയോടുകൂടെ തന്നെയാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ ഈ ദൂതന്മാരുമായി പാർട്ട്ണർ ചെയ്യുവാൻ നാം ലേൺ ചെയ്യണം, പഠിക്കണം. കാരണം ഗെത്സമനയിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ, ലൂക്കോസ് സുവിശേഷം 22-43 വാക്യം ഇങ്ങനെ പറയുന്നു, യേശുവിനെ ശക്തിപ്പെടുത്തുവാനായി സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഹെലികോപ്റ്ററിലോ ഒരു വേഗതയുള്ള ഒരു വണ്ടിയിലോ വന്നു എന്നല്ല, പ്രത്യക്ഷനായി. എങ്ങനെയോ? എന്താ ഈ അർത്ഥം? പ്രത്യക്ഷനാവുക, അപ്പിയർ ചെയ്യുക. നമ്മൾ പറയില്ല, അപ്പിയർ ചെയ്തു, ഡിസപ്പിയർ ചെയ്തു. അതായത് പ്രത്യക്ഷനായി, അപ്രത്യക്ഷനായി. അർത്ഥം എന്താ? ദൂരെ നിന്ന് വണ്ടി പിടിച്ച് വന്നു എന്നാണോ? അത് ഇവിടെ ഉള്ള സാധനം പ്രത്യക്ഷപ്പെട്ടു, അപ്രത്യക്ഷം. അപ്പൊ അർത്ഥം എന്തുവാ? ദൂതന്മാർ ഓൾറെഡി ഇവിടെ പ്രസന്റ് ആണ്. ദേ ആർ ഹിയർ. അവരിവിടെ ഉണ്ട്. അവർ മറ്റൊരു തലത്തിലാണ്, മറ്റൊരു പ്രതലത്തിലാണ്, മറ്റൊരു റലത്തിലാണ്, സ്വർഗീയ തലത്തിലാണ്. അവിടെ അവർ വെളിപ്പെടുകയാണ് ചെയ്യുക. ഹല്ലേലൂയ. ഞാൻ കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല, ഡെപ്തിലോട്ട് പോകുന്നില്ല. സിമ്പിളായിട്ട് മനസ്സിലാക്കുക, സ്വർഗീയ ദൂതന്മാർ നമുക്ക് ചുറ്റും ഉണ്ട്. ഹല്ലേലൂയ. സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യത്തെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായി കഴിയും. നമ്മൾ അവരെക്കുറിച്ച് അവെയർ ആകും തോറും അവർ നമുക്ക് വെളിപ്പെടുത്താൻ തുടങ്ങും. അവരെ നമുക്ക് കാണാൻ കഴിയും, നമുക്ക് അവരുമായി സംസാരിക്കാൻ കഴിയും, അവരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പല കാര്യങ്ങളിലും അവരെ ചില അസൈൻമെന്റുകൾക്ക് ഉപയോഗിക്കുവാനായി കഴിയും. ദൈവരാജ്യം എന്ന് പറയുന്നത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ഒന്നാണ്. ഈ ലോകത്തിലുള്ള ഏതൊരു രാജ്യത്തെക്കാളും വളരെ സിസ്റ്റമാറ്റിക്കും എസ്റ്റാബ്ലിഷ്ഡുമാണ് ദൈവത്തിൻ്റെ രാജ്യം. ഈ ലോകത്തിൽ ചില പ്രോട്ടോക്കോളുള്ള പോലെ ദൈവരാജ്യത്തിലും കൃത്യമായ പ്രോട്ടോക്കോൾസും കൃത്യമായ ഹയറാർക്കീസും ഒക്കെ ഉണ്ട്. ഹല്ലേലൂയ. ഈ രാജ്യത്തിൽ നമ്മളിപ്പോൾ ചുറ്റുമുള്ള നമ്മുടെ ഈ രാജ്യത്തിൽ ചില കൃത്യമായ അധികാര കേന്ദ്രങ്ങളുള്ളതുപോലെ, ചില സിസ്റ്റംസ് ഉള്ളതുപോലെ ദൈവരാജ്യത്തിലും വളരെ വ്യക്തമായ ചില കാര്യങ്ങളുണ്ട്. ഞാനിങ്ങനെ കേട്ടൊരു ദൈവമനുഷ്യൻ്റെ ബുക്കിൽ വായിച്ചാണ്, അദ്ദേഹത്തിൻ്റെ ഭവനത്തിലൊരിക്കൽ
അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ യേശു വെളിപ്പെട്ടു, യേശു പ്രത്യക്ഷപ്പെട്ടു. യേശുവിനെ അദ്ദേഹം കാണുകയാണ്. യേശു അദ്ദേഹത്തോട് അല്പസമയം സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം നോക്കിയപ്പോൾ ഒരു 6 അടി പൊക്കമുള്ളൊരു വലിയൊരു ദൂതൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ യേശു ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യേശു പറഞ്ഞു, ഒരു സന്ദേശം ഈ ദൂതൻ നിനക്ക് കൈമാറും. അപ്പൊ ഈ ദൈവമനുഷ്യൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് എൻ്റെ മുന്നിലുണ്ടല്ലോ, അങ്ങേക്ക് എന്നോട് സംസാരിച്ചൂടെ, അങ്ങ് ആ സന്ദേശം നേരിട്ട് പറഞ്ഞൂടെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, യേശു ഇങ്ങനെ പറയുകയാണ്, ഞാൻ അദ്ദേഹത്തിന്റെ കൈവശം ഒരു ദൂത് കൊടുത്തിട്ടുണ്ട്, അത് അദ്ദേഹം കൈമാറും. ചില സെർട്ടൻ പ്രോട്ടോകോൾസ് ആണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. ദൈവരാജ്യം ചില ഫങ്ഷൻസ് ചെയ്യുന്ന അങ്ങനെയാണ്. ഉദാഹരണത്തിന് നമുക്ക് പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഗവൺമെന്റിന്റെ ചില കാര്യങ്ങൾ, ചില വ്യക്തികളിലൂടെ ആയിരിക്കും ചില പർപ്പസുകൾ, ചില കാര്യങ്ങൾ നിറവേറ്റപ്പെടുന്നത്. ചില അധികാരങ്ങൾ ചില ആളുകളിലൂടെയാണ് ദൈവം, അല്ലെങ്കിൽ ഈ ഭൂമിയിലായിക്കോട്ടെ. ഇപ്പോൾ ഉദാഹരണത്തിന് മുഖ്യമന്ത്രി നേരിട്ടുള്ള കാര്യം ചെയ്യത്തില്ല, ചില അധികാരങ്ങളെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മെസ്സഞ്ചറായി ചില ദൂത് കൈമാറ്റം ചെയ്യാനായിട്ട് ദൂതന്മാരെ ദൈവം അയക്കും. അതുപോലെ നമ്മുടെ ഇടയിൽ ഉദാഹരണത്തിന് ബൈബിളിൽ പ്രകടമായിട്ടല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, സൗഖ്യമാക്കുന്ന ദൂതന്മാരുണ്ട്. അവരുടെ ഡ്യൂട്ടി തന്നെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് കോപ്പറേറ്റ് ചെയ്യുക. അവർ സൗഖ്യമാക്കുകയല്ല, നാം സൗഖ്യമാക്കുവാനായി, ശുശ്രൂഷിപ്പാനായി നാം ഇറങ്ങുമ്പോൾ നമ്മെ അസിസ്റ്റ് ചെയ്യുവാനായിട്ട് സ്വർഗീയ ദൂതന്മാർ നമ്മുടെ കൂടെ നിൽക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ മധ്യേ ഒരു വിഷൻ, ഒരു സ്വപ്നം ദൈവം കൊടുത്തത് ഇങ്ങനെയായിരുന്നു. ഒരു ശുശ്രൂഷകൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനടുത്തൊരു ദൂതൻ നിൽക്കുവാണ്. ദൂതന്റെ കയ്യിലൊരു പാത്രമുണ്ട്. ആ താലത്തിൽ ഒത്തിരി ഇന്റേണൽ ഓർഗൻസ് ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് കിഡ്നി, കരള്, ഇങ്ങനെയുള്ള കുറേയധികം സാധനം അദ്ദേഹം കൈ വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം എടുത്ത് രോഗികളായിരിക്കുന്ന വ്യക്തികളെ അകത്ത് കൊണ്ട് വയ്ക്കുകയല്ല ചെയ്യുന്നത്. പകരം ശുശ്രൂഷകന്റെ നാവിലൂടെ വരുന്ന ശബ്ദം, അതായത് ഇങ്ങനെ കണ്ടത്, ആ ദൂതൻ ഈ ഓർഗൻസ് എടുത്ത്, ഈ അവയവങ്ങളെ എടുത്ത് ശുശ്രൂഷിക്കുന്ന ആളുടെ വായ്ക്കകത്തേക്ക് വെച്ചു കൊടുക്കുന്നു. എന്തിനാ വായ്ക്കകത്ത് വെച്ചേ? അതിനർത്ഥം ഈ മനുഷ്യൻ സംസാരിക്കുമ്പോൾ, ശുശ്രൂഷിക്കുന്ന വ്യക്തി സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ ആ സ്വർഗീയ ദൂതൻ അവിടെ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. അവിടെ ചില അത്ഭുതങ്ങളെ ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ 1 മാസം മുമ്പ് നമ്മൾ കണ്ടതാണ്. നമ്മൾ കർണാടകയിലേക്ക് പോയപ്പോൾ അവിടെ ഒരു സഹോദരി കിഡ്നി ഒരെണ്ണം എടുത്തു മാറ്റപ്പെട്ടു. ഒരു കിഡ്നി ഓപ്പറേഷൻ സർജറിയിലൂടെ എടുത്തു മാറ്റിയത് കർത്താവ് ഇൻസ്റ്റന്റ്ലി ഹീൽ ചെയ്യുന്ന കണ്ട്. എന്തുകൊണ്ട് സംഭവിച്ചു? അവിടെ നമ്മൾ ആ പുതിയ കിഡ്നി ഉണ്ടാകട്ടെ എന്ന് പരിശുദ്ധാത്മ നിയോഗത്താൽ സംസാരിച്ചപ്പോൾ സ്വർഗീയ ദൂതന്മാർ അതിനു വേണ്ടി ചലിക്കുകയാണ്. ചില ഓപ്പറേഷൻസ് നടക്കുകയാണ്. ഹല്ലേലൂയ. ലൈവിൽ നമ്മൾ കണ്ടതാണ് അത്ഭുത സൗഖ്യത്തെ. ഇതുപോലെയാണ് സ്വർഗീയ ദൂതന്മാർ നമ്മെ അസിസ്റ്റ് ചെയ്യുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ ദൂതന്മാർ ഒരിക്കലും പുത്രന്മാരല്ല, അവർ സേവക ആത്മാക്കളാണ്. ദേ ആർ സെർവൻസ്. അവർ ദാസന്മാരാണ്. കാരണം എബ്രായ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം പറയുകയാണ്, അവർ ദാസന്മാരാണ്. അവരാരും മക്കളല്ല. പക്ഷെ നമ്മളോ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ അവരെക്കാളും ഉയർന്ന പദവിയിലായിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മെ ശുശ്രൂഷിപ്പാനായി ദൈവം തൻ്റെ ദൂതന്മാരെ ആക്കി വച്ചിരിക്കുന്നത്. അതിനൊക്കെ ഞാൻ വർത്തിയാണോ, ഞാൻ യോഗ്യനാണോ ചോദിച്ചാൽ നമ്മുടെ യോഗ്യതയല്ല, അവൻ നമ്മെ യോഗ്യരാക്കി മാറ്റിയത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദൂതന്മാരെ അവഗണിക്കുന്നതല്ല നമ്മുടെ യഥാർത്ഥ എളിമ. നമ്മളെ ദൈവമാക്കി വെച്ചിരിക്കുന്ന പൊസിഷനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അധികാരം നടക്കുന്നതാണ് ദൈവത്തിന് യഥാർത്ഥമായി നാം മഹത്വം കൊടുക്കുന്നത്. അപ്പന് മഹത്വം കൊടുക്കുന്നത് എങ്ങനെയാ? അപ്പൻ ആഗ്രഹിക്കുന്ന പോലെ അധികാരത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ച് കാണിക്കുന്നതിലൂടെയാണ്. സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുമായി കോഓപ്പറേറ്റ് ചെയ്ത് ഈ ഭൂമിയിൽ ജയാളികളായി ജീവിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന് എല്ലാ സമയത്തും ദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് യേശുവിനെ പിടിക്കുവാനായിട്ട് ഒത്തിരി ചേവകർ കടന്നു വന്നപ്പോൾ പത്രോസ് വാളെടുത്ത് വീശുന്നു. യേശു ഉടനെ പറയുകയാണ്, പത്രോസേ, വാൾ ഉറയിലിടുക. നിനക്ക് തോന്നുന്നുണ്ടോ ഇപ്പോൾ ഞാൻ പിതാവിനോട് ചോദിച്ചാൽ, ഇപ്പോൾ ഈ നിമിഷം ഞാൻ ചോദിച്ചാൽ എനിക്ക് വേണ്ടി 12 ലഗ്യോണിലധികം ദൂതന്മാർ ഇപ്പോൾ ഇവിടെ ഇറങ്ങും? അറിയാമോ? 12 ലഗ്യോൺ. ഒരു ലഗ്യോൺ എന്ന് പറയുമ്പോൾ ഏകദേശം 6000 കണക്ക്. അങ്ങനെ നോക്കുവാണെങ്കിൽ 12 ലഗ്യോൺ എന്ന് പറയുമ്പോൾ എത്രയായി? 72,000-ലധികം ദൂതന്മാർ യേശുവിന് വേണ്ടി അപ്പോൾ ഇറങ്ങുവാൻ റെഡിയാണെങ്കിൽ ഞാനും നിങ്ങളും യേശുവെ പോലെ ഈ ഭൂമിയിലാക്കിയിരിക്കുവാണ്. കാരണം യേശു പറഞ്ഞു, എന്നെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. ജസ്റ്റ് ലൈക്ക് ഫാദർ സെൻഡ് മീ, എന്നെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും നിങ്ങൾ പൂർണ്ണ ജയാളികളായിരിക്കും. കാരണം സ്വർഗത്തിന്റെ പൂർണ്ണമായ പ്രൊവിഷൻ നിങ്ങളുടെ കൂടെ ഉണ്ട്.
നമ്മെ ഒരു ദൗത്യത്തിന് അയച്ചിട്ട് വെറുതെ വിട്ടയക്കുന്ന, വെറുതെ ഒരു ശക്തിയില്ലാതെ അയക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല നമുക്കുള്ളത്. നമുക്കുള്ള ദൈവ രാജ്യം നമ്മെ ബാക്ക് ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് ഈ നമ്മുടെ ഈ ചുറ്റുമുള്ള ഈ രാജ്യത്തിൽ നോക്കിയേ, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഒരു കാര്യം നടപ്പിലാക്കാനായിട്ട് കടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ ആരും തടയത്തിന് റീസൺ എന്താ? അദ്ദേഹത്തിന്റെ മിടുക്ക് കണ്ടാണോ? അദ്ദേഹത്തിന്റെ ശക്തിയോ അദ്ദേഹത്തിന്റെ മസിലോ കണ്ടാണോ? അല്ല, അദ്ദേഹത്തെ ബാക്ക് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഉള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തെ തടഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി വെച്ചിട്ട് കേസ് വരും. കാരണം അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു ഗവൺമെന്റ് ഉണ്ട്. നമ്മെ ഓരോരുത്തരെയും ദൈവം ഈ ഭൂമിയിൽ ചില അപ്പോയിന്റ്മെന്റ് തന്ന് ചില കാര്യങ്ങൾക്കായി നമ്മെ നിയോഗിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരു ഗവൺമെന്റ് നിങ്ങളുടെ പിന്നിലുണ്ട്. ആ ഗവൺമെന്റ് ഈ ഗവൺമെന്റിനെക്കാളും ശക്തിയുള്ളതാണ്. കാരണം യേശു പിലാത്തോസിനോട് പറഞ്ഞു, മകൾ നൽകിയിട്ടല്ലാതെ നിനക്ക് എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല. പിലാത്തോസ് പറഞ്ഞു, ഞാൻ നിന്നെ വിട്ടയപ്പാൻ എനിക്ക് ശക്തിയുണ്ട്, ക്രൂശിപ്പാനും ശക്തിയുണ്ട്. ഇല്ല, മകൾ നൽകിയിട്ടല്ലാതെ നിനക്ക് യാതൊരു അധികാരവുമില്ല. ഈ ഭൂമിയിൽ നമുക്ക് ദൈവം നൽകിയ പൊസിഷൻ എന്ന് പറയുന്നത് സ്വർഗീയ ദൂതന്മാരുടെ അകമ്പടി മാത്രമല്ല, സ്വർഗീയമായ സകല സൈന്യത്തിൻ്റെയും സ്വർഗീയമായ ആ സ്വർഗരാജ്യത്തിന് മുഴുവൻ സപ്പോർട്ടോടുകൂടിയാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാത്തത് കാരണം നമ്മൾ ചില ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയന്ന് വിറയ്ക്കുന്നു. നമ്മൾ ഒന്നുമല്ലാത്തതുപോലെ ആയിത്തീരുന്നു. കാരണം നമ്മൾ തിരിച്ചറിയുന്നില്ല. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു കമ്പനിയുടെ മാനേജറായിരിക്കും ഇരിക്കുക. ആ കമ്പനിയിൽ എത്ര സ്റ്റാഫ് ഉണ്ടെന്നും അവരുടെയൊക്കെ ജോലി എന്താണെന്നും വ്യക്തമായി അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ അവരുടെ പർപ്പസിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ശരിയല്ലേ? നിങ്ങൾക്ക് എത്ര സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കുള്ള ദൂതന്മാരെയും ദൈവം തന്നിരിക്കുന്ന എല്ലാ പ്രൊവിഷനെയും അറിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഓരോ പേഴ്സണൽ ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി നമുക്കൊരു ദൂതനുണ്ട്. ഹല്ലേലൂയ. വചനം വ്യക്തമായി പറയും, നമുക്ക് ഓരോരുത്തർക്കും, ഓരോ വ്യക്തിക്കും, ഈ ഭൂമിയിലെ ഓരോ വ്യക്തിക്കും ഒരു സ്വർഗീയ ദൂതൻ അസൈൻ, മിനിമം ഒരു ദൂതൻ നമുക്ക് അസൈൻഡാണ്. അത് ദൈവത്തിന്റെ പ്രൊവിഷനാണ്. നമ്മൾ ആ ദൂതനുമായി പാർട്ണർ ചെയ്യുവാൻ പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ, അവരുടെ സാന്നിധ്യം തിരിച്ചറിയാൻ തുടങ്ങിയാൽ നമ്മുടെ ലൈഫിൽ ഒത്തിരി പ്രയോജനം ചെയ്യും അത്. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യം നമുക്ക് ചുറ്റുമുണ്ട്. ഈ ഭൂമിയിൽ യേശു ആയിരുന്നപ്പോൾ യേശു പൂർണ്ണ ദൈവമായിട്ടായിരുന്നില്ല. അവൻ ദൈവത്തിന്റെ സകലമായ മഹിമയും മാറ്റിവെച്ച് പൂർണ്ണ മനുഷ്യനായിട്ടാണ് ഈ ഭൂമിയിലായിരുന്നത്. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മ നിറഞ്ഞവനായി, പരിശുദ്ധാത്മാവനെ അനോയിന്റഡ് ആയിട്ടാണ് നടന്നത്. നാം ഓരോരുത്തരും അവനെ പോലെ ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരാകിയാൽ യേശു പറഞ്ഞു, ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. അവൻ എങ്ങനെയോ അങ്ങനെ നാം ഈ ഭൂമിയിലായിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. കാരണം യേശു പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചാൽ, പിതാവിനോട് ചോദിച്ചാൽ, ഇപ്പോൾ ഇത്രയധികം ദൂതന്മാർ എനിക്ക് വേണ്ടി ഇറങ്ങും. യേശുവിനുണ്ടായ കോൺഫിഡൻസ് നോക്കി നമുക്കിന്ന് ഉറപ്പായിട്ട് പറയാൻ കഴിയണം, നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി സ്വർഗീയ ദൂതന്മാർ കാവലുണ്ട്. ഹല്ലേലൂയ. യേശുവിൻ്റെ ശുശ്രൂഷയിൽ മുഴുവൻ നോക്കി അറിയാൻ പറ്റും. എല്ലായിടത്തും യേശുവിൻ്റെ പുനരുദ്ധാനത്തിൽ കാണാൻ പറ്റും, യേശുവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് കാണാൻ പറ്റും. ശുശ്രൂഷയിൽ ആദ്യം മുതൽ അവസാനം വരെ, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ എല്ലായിടത്തും സ്വർഗീയ ദൂതന്മാരെ കാണാൻ പറ്റും. വെളിപ്പാട് പുസ്തകത്തിൽ ദൂതന്മാരുണ്ട്. അപ്പം അർത്ഥം, ദൂതന്മാരെ ഇന്നും, ദൂതന്മാരുടെ സേവനവും ദൂതന്മാർ ഇന്നും വളരെ റെലവൻ്റ് ആണ്, വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രൊവിഷനാണ് അവർ. അതുകൊണ്ട് അവരെക്കുറിച്ച് നമ്മൾ അറിവില്ലാതിരിക്കരുത്. യേശുവിന്റെ ഉയർപ്പിന് ശേഷം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുകയാണ്, എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് നിങ്ങൾ പറയണം, ഇങ്ങനെ പറയണം, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് പറക. ശ്രദ്ധിച്ചോ, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും. ആമേൻ. അതായത് യേശുവിനെ പിതാവായ ദൈവം എങ്ങനെ ആയിരുന്നോ അങ്ങനെ ആണ് നമുക്ക് ഓരോരുത്തർക്കും പിതാവായ ദൈവം. ഹല്ലേലൂയ. അവൻ യേശുവിൻ്റെ പിതാവായിരുന്ന പോലെ എൻ്റെയും പിതാവാണ്. അവൻ യേശുവിന് വേണ്ടി എന്തൊക്കെ ചെയ്തോ അതൊക്കെയും എനിക്ക് വേണ്ടിയും സ്വർഗത്തിലെ ദൈവം ചെയ്യും. ഓ ഹല്ലേലൂയ. മനസ്സിലായില്ല? യേശുവിന് എന്തൊക്കെ അന്ന് പ്രാപ്യമായിരുന്നോ, യേശുവിന് എന്തൊക്കെ അവൈലബിൾ ആയിരുന്നോ അത് മുഴുവൻ നമുക്കും ഇന്ന് അവൈലബിൾ ആണ്. ആമേൻ. നമുക്ക് ഓരോരുത്തർക്കും അതിന്ന് അവൈലബിൾ ആണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ പ്രിവിലേജിനെ മൊബിലൈസ് ചെയ്യാൻ, ഉപയോഗിക്കാൻ നമ്മൾ അറിയണം.
നമുക്കുള്ളത് എന്തൊക്കെയാണ്, നമുക്ക് ദൈവം എന്തൊക്കെ നൽകിയിരിക്കുന്നത്. കാരണം ഇസ്രായേൽ മക്കളുടെ ദൈവം ആ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുപോകുമ്പോൾ, പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ 23 അധ്യായം അതിൻ്റെ 20 വാക്യങ്ങൾ പറയുകയാണ്, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു. എന്തിനു വേണ്ടി? വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ നിനക്കൊരു ദൂതനെ നിയമിച്ചിരിക്കുക. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും വിടുവിച്ച് വാഗ്ദത്ത ദേശമായ കനാനിൽ എത്തിക്കുവാൻ, ദൈവം അവർക്കൂടെ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് എത്തിക്കുവാനായി ഒരു ദൂതനെ ദൈവം പ്രിപ്പയർ ചെയ്തു, അയച്ചു. ഇന്ന് പുതു നിയമത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ പ്രോമിസുകളിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ, എല്ലാ പ്രോമിസുകളും നമ്മൾ അനുഭവിപ്പാൻ ദൈവം തൻ്റെ ദൂതന്മാരെ നമുക്ക് അസിസ്റ്റൻസിനായി നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഈ ദൂതന്മാരെ കുറിച്ച് അറിയുകയും അവരെക്കുറിച്ച് എന്താ പറയുക, എൻ്റെ ലൈഫിലുണ്ടായ ഒരു സംഭവം കൂടെ ഞാൻ പറയാം, കണക്ട് ചെയ്ത് പറയാം. ഒരിക്കൽ ഒരു ദിവസം ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് പലപ്പോഴും ഇത് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. വാഹനം ഓടിക്കുമ്പോൾ എൻ്റെ ബാക്ക് പോർഷനിൽ, എൻ്റെ ഈ മുതുകിൻ്റെ ഭാഗത്ത് ഒരു ചൂടടിച്ചു, ഒരു ചെറിയ ചൂട് വന്നു. അപ്പം ഞാൻ ആദ്യം കരുതി വെയിലിൻ്റെ ആവാം. പിന്നെ എനിക്ക് മനസ്സിലായി അല്ല, സംതിങ് സ്പെസിഫിക് ആയിട്ടൊരു ചൂട് വരിക. ഞാൻ കുറച്ച് സമയം ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ആയപ്പോൾ ഈ ഹീറ്റ് കൂടി വന്നു. നമുക്ക് ബിയർ ചെയ്യാൻ പറ്റുന്നതിനപ്പുറം ഒരു ലൈറ്ററൊക്കെ വെച്ച് നമ്മൾ കത്തിച്ചങ്ങനെയിരിക്കും, അമ്മാതിരി ചൂട്. ഞാൻ അപ്പോൾ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇത് നിന്നിൽ നിന്നുള്ള എന്തെങ്കിലും എന്നോട് സംസാരിക്കുന്നതാണെങ്കിൽ എനിക്കിത് മനസ്സിലാക്കി തരണമേ. ഞാൻ ഓഫീസിൽ പോയി. അന്ന് ഓഫീസിൽ ഇരിക്കുമ്പോഴും എനിക്കിതേ അനുഭവം ഇടയ്ക്കിടയ്ക്കുണ്ടായി. അങ്ങനെ ഞാനൊരു സ്ഥലത്ത് പോയി ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു ടെക്സ്റ്റ് വായിക്കുകയാണ്. ഞാൻ എൻ്റെ ടാബിൽ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴിതേ സംഭവം ഒരുപാട് സമയം തുടർമാനമായിട്ട്, പെട്ടെന്ന് പോയതല്ല, ഒത്തിരി സമയം എൻ്റെ ബാക്ക് പോർഷൻ മുഴുവൻ ഇങ്ങനെ തീ ബേൺ ചെയ്യുന്ന പോലെ, കത്തുന്ന പോലെ തോന്നിക്കൊണ്ടിരിക്കുക. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇതെന്താ സംഭവം? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ കുറേ സമയം ആലോചിച്ചു, എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എനിക്കറിയാം എന്തോ ദൈവനോട് സംസാരിക്കുന്നുണ്ട്, ഇത് ദൈവികമായ എന്തോ കാര്യമാണെന്ന് മനസ്സിലായി. അല്ലാതൊന്നുമല്ല, കാരണം ഞാൻ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു തണലത്താണ് ഇരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ സംഭവിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബുക്ക് അപ്രതീക്ഷിതമായ ഒരു ബുക്ക് ഞാൻ വായിക്കാൻ എടുക്കുകയാണ്. ദൈവ മഹത്വത്തെക്കുറിച്ചൊരു ബുക്കാണ്. ആ ബുക്ക് വായിക്കാൻ ഞാൻ മറിക്കുകയാണ്. ഞാൻ ബുക്ക് മറിക്കുമ്പോൾ അതിലൊരു പെട്ടെന്ന് ഒരു റാൻഡം പേജാണ്, അത് ദൈവത്താൽ നിയോഗിതമാണ്. ആ സമയം നിങ്ങൾക്ക് എത്രത്തോളം അത് ഉൾക്കൊള്ളാമെന്ന് അറിയത്തില്ല. എനിക്ക് വളരെ സർപ്രൈസ്ഡ് ആയിട്ട് ഞാൻ പെട്ടെന്ന് ഒരു ഭാഗം എടുത്തപ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ആ ഭാഗം ഇങ്ങനെയാണ്: ഒരു ദൈവ മനുഷ്യൻ വേറോളമായി സംസാരിക്കുന്ന, ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു ഭാഗമാണ് എഴുതിപ്പെട്ടിരിക്കുന്നത്. അവിടെ എഴുതിങ്ങനെയാണ്: ആ മനുഷ്യൻ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത പാസ്റ്ററോട് ചോദിക്കുവാണ്, നിങ്ങളുടെ പുറകിൽ കുറേ സമയമായിട്ട് ഒരു 30ഓളം മിനിറ്റായിട്ട് ഒരു ദൂതൻ നിൽപ്പുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഈ പാസ്റ്റർ മറ്റേ പാസ്റ്ററോട് ചോദിക്കുവാണ്, നിങ്ങളുടെ പുറകു വശത്ത് ഒരു ദൂതൻ അരമണിക്കൂറോളമായിട്ട് നിൽപ്പുണ്ടായിരുന്നു, ഇപ്പോഴാണ് അദ്ദേഹം പോയത്, കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പാസ്റ്റർ അദ്ദേഹത്തെ പറയുവാണ്, അയ്യോ, ഞാൻ കണ്ടില്ല, പക്ഷെ കഴിഞ്ഞ ഒരു അരമണിക്കൂറായി എൻ്റെ ബാക്ക് പോർഷൻ മൊത്തം പൊള്ളുകയായിരുന്നു, എൻ്റെ ബാക്ക് പോർഷൻ മുഴുവൻ ഒരു തീ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ മനസ്സിലായി, ഈ തീ അടിച്ചതിൻ്റെ കാരണം ഒരു ദൂതൻ്റെ സാന്നിധ്യമായിരുന്നു. ഇത് ലിറ്ററലി ദൈവം എന്നോട് സംസാരിച്ച കാര്യമായിരുന്നു. കാരണം ഞാൻ അതേ വിഷയത്തിലൂടെ അന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ കർത്താവിനോട് ചോദിക്കുക, കർത്താവ്, ഇത് എന്താ സംഭവം? പക്ഷെ അതേ ദിവസം പരിശുദ്ധം എൻ്റെ ഈ ബുക്കിലേക്ക്, ഞാനത് പ്ലാൻഡ് അല്ല, ഞാൻ ആ ബുക്ക് ഒത്തിരി വർഷം മുമ്പ് സേവ് ചെയ്തിട്ട ബുക്കാണ്. അന്ന് ആ ബുക്ക് ഓപ്പൺ ചെയ്യാനും ആ പേജ് വായിക്കാനും ഞാൻ അവിടെ ഒരു കഥാണ് പറയുക, കഥാവേ, എത്രയോ പ്രാവശ്യം നമ്മൾ പലപ്പോഴും മിസ് ചെയ്യുന്നുണ്ട് ഈ ദൂതന്മാരുടെ സാന്നിധ്യത്തെ. ഞാൻ വാഹനം ഓടിക്കുമ്പോൾ എൻ്റെ ബാക്കിൽ ആ ദൂതൻ എൻ്റെ പ്രൊട്ടക്ഷനായിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനോട് അവെയർ ആകുമ്പോൾ പലപ്പോഴും, ഇത് എനിക്കുണ്ടായ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് പലതരത്തിലാവാം. പലപ്പോഴും ചിലപ്പോൾ സമയത്ത് എനിക്ക് മുമ്പ് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് ആരുമില്ല, പക്ഷേ ഒരാൾ തോളിലിങ്ങനെ തട്ടിക്കൊണ്ടുപോയി, തോളിലിങ്ങനെ ലിറ്ററലി തട്ടിയിട്ട് പോയി. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ അടുത്ത് ആരുമില്ല, ഇവിടെ ആരാ നിൽക്കുന്നത്? പെട്ടെന്ന് എൻ്റെ കഥ പറഞ്ഞു, നിൻ്റെ അടുത്ത് സ്വർഗ്ഗ ദൂതൻ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു കാര്യം പറയാം, ഒരു ദൂതന്മാരെന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ ഈ പൊസിഷനിൽ, ഈ പ്ലേസിൽ എനിക്ക് മാത്രം നിൽക്കാൻ പറ്റും, അല്ലേ? ഈ സ്ഥലം ഞാൻ ഒക്കുപ്പൈ ചെയ്തിരിക്കുക. പക്ഷേ ദേ ആർ സ്പിരിറ്റ് ബീയിങ്സ്. ദൂതന്മാർ സ്പിരിറ്റ്സ് ആണ്, അവർ ആത്മതലത്തിലുള്ളവരാണ്. അവർക്ക് ഈ സ്ഥലത്ത് തന്നെ ഒക്കുപ്പൈ ചെയ്യാം. അവർക്ക് സ്ഥലത്തിനും സമയത്തിനും അതീതരാണ്. അവരുടെ 10,000 ദൂതന്മാർക്ക് ഈ സ്ഥലത്ത് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റും. ബുദ്ധി എത്തത്തില്ല എങ്കിൽ ഞാൻ പറയാം, ഈ സ്പേസിന് അതീതമാണ് അവർ. ഇതിനകത്ത് ലക്ഷക്കണക്കിന് കോടാനുകോടി ദൂതന്മാർക്ക് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. അവർക്ക് സ്പേസ് വേണ്ട. ദേ ആർ സ്പിരിറ്റ് ബീയിങ്സ്. അവർ സ്പിരിറ്റ്സ് ആണ്. അവർക്ക് ഇനി ഒരു കാര്യം പറയാം, നമ്മൾ ആദ്യം ഞാൻ ചോദിച്ചില്ല നിങ്ങളോട് ദൂതന്മാരെ കുറിച്ചുള്ള കാഴ്ചപ്പാട്.
ലിറ്ററലി ഒരു കാര്യം പറയാം, ദൂതന്മാരെ കാണണമെന്ന് സംസാരിക്കുന്ന ആഗ്രഹം നല്ലതാ, പക്ഷെ ദൂതന്മാരെ കുറിച്ച് ഒരു ചെറിയൊരു ചിന്ത, ഒരു ഐഡിയ മനസ്സിലുണ്ടായിരിക്കണം. കാരണം ദൂതന്മാർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പൗഡറൊക്കെ ഇട്ട് മിനിക്ക് വന്നിരിക്കുന്ന കാണാൻ ഭംഗിയുള്ള ഒരു സുന്ദരിമാരായ സ്ത്രീകളെ പോലെയോ കൊച്ചു പിള്ളേരെ പോലെയൊന്നും അല്ല. ദേ ആർ മൈറ്റി ഏഞ്ചൽസ്. ബൈബിളിൽ ഉടനീളം നോക്കിയാൽ ദൂതന്മാരെ എൻകൗണ്ടർ ചെയ്ത് എല്ലാവരും നോക്കിയാൽ അവരെല്ലാവരും പേടിച്ച് വിറച്ചതായി കാണാൻ കഴിയും. ഒന്നുകിൽ പേടിച്ച് വിറച്ചു, അല്ലെങ്കിൽ അവർ വിചാരിച്ചു ഇതേതോ സ്വപ്നം കാണുക വിചാരിച്ചു. അല്ലാതെ ഒരു തരത്തിലും ആരും തന്നെ ദൂതന്മാരെ കണ്ടിട്ട് ഹായ് എന്ന് പറഞ്ഞിരുന്നിട്ടില്ല. കാരണം അവർ ദേ ആർ മൈറ്റി. ഹല്ലേലൂയ. ദൂതന്മാരെ കുറിച്ച് മനസ്സിലാക്കണം. എഹെസ്കേലിന്റെ പുസ്തകം 1-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെ ഒരു ദൂതന്മാരെ കുറിച്ച് ചെറിയൊരു രൂപം കൊടുത്തിട്ടുണ്ട്. 4 മുഖമുള്ള ദൂതന്മാർ. 4 മുഖമുള്ള ഒരു ജീവിയെ കണ്ടാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പെട്ടെന്ന് പ്രതികരിക്കുക? 4 മുഖം, ചുറ്റും കണ്ണ്. അവിടെ എഴുതിയിരിക്കുന്ന ചുറ്റും കണ്ണ്, തീ പോലുള്ള മുഖം, ചക്രങ്ങളിൽ സഞ്ചരിക്കുന്നവർ. 4 പാടും തിരിയാൻ ഒരു തിരിയ പോലും വേണ്ട. ഇങ്ങനെ 4 സൈഡ് മുഖമുണ്ട്, എങ്ങോട്ട് പോകണം ചക്രങ്ങളിൽ കറങ്ങും. അതാണ് ഒരു ദൂതനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന രീതി അവിടെ. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നതാണ് സാറാഫുകൾ. അതായത് ഈ ദൂതന്മാരിൽ തന്നെ പല കാറ്റഗറികളുണ്ട്. സാറാഫുകളുണ്ട്, കെരൂബുകളുണ്ട്, പലതരത്തിലുള്ള ദൂതന്മാരുണ്ട്. പിന്നെ വാർ ഏഞ്ചൽസ് ഉണ്ട്, യുദ്ധം ചെയ്യുന്ന മീഖായേലിനെ പോലുള്ള ദൂതന്മാരുണ്ട്, സന്ദേശം കൊണ്ടിരുന്ന ഗബ്രിയേലിനെ പോലുള്ള ദൂതന്മാരുണ്ട്, പലതരത്തിലുണ്ട്. ഹല്ലേലൂയ. സാറാഫുകളെ കുറിച്ച് പറയുന്നത് അവർക്ക് 6 ചിറകുണ്ട്. 2 കൊണ്ട് മുഖം മൂടും, 2 കൊണ്ട് കാൽ മൂടും, 2 കൊണ്ട് പറക്കും. ഇങ്ങനെ പലതരത്തിലാണ് ദൂതന്മാർ. അപ്പോൾ ദൂതന്മാർ കേൾക്കുമ്പോൾ അങ്ങനെ ഒരു സങ്കല്പം കൂടെ വേണം. പിന്നെ ഇവരുടെ ശക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണ്. കാരണം ദിനവൃത്താന്ത പുസ്തകം 2 ദിനവൃത്താന്തം 32:20, യെശയ്യാവ് 37:36, 2 രാജാക്കന്മാർ 19:35 എന്ന് പറയാൻ കാരണം ഇത് 3ഉം ഒരേ സംഭവം 3 സ്ഥലത്ത് എഴുതിയിരിക്കുന്നതാണ്. ബൈബിളിൽ അങ്ങനെ എഴുതപ്പെട്ടുണ്ടെങ്കിൽ അത്രയും പ്രാധാന്യമുള്ളതുകൊണ്ടാണ്. ഒരേ സംഭവം 3 സ്ഥലത്ത്. 2 ദിനവൃത്താന്തം 32:20, യെശയ്യാവ് 37:36, 2 രാജാക്കന്മാർ 19:35. ഇതിങ്ങനെയാണ്. അശൂർ പാളയത്തിൽ ഒരു ദൂതൻ ഇറങ്ങി. ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഇറങ്ങിയിട്ട് 1,80,000 വരുന്ന സൈന്യത്തെ ഒറ്റയ്ക്ക് തോൽപ്പിച്ച് കീഴ്പ്പെടുത്തി. അപ്പോൾ ഒരു ദൂതൻ ഇറങ്ങുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ 72,000 ദൂതന്മാർ ഇറങ്ങി എന്തായിരിക്കും? ജസ്റ്റ് ഇമാജിൻ. നമുക്ക് ദൈവം ഒരുക്കുന്ന പ്രൊവിഷനും പ്രൊട്ടക്ഷനും എത്ര മാത്രമാണ്. നമ്മൾ ആരാ? ദൈവത്തിൻ്റെ മക്കളാ. രാജാ പിള്ള എന്ന് വെച്ചാൽ സുമ്മാവാ? ദൈവത്തിൻ്റെ മകൻ എന്ന് വെച്ചാൽ വെറുതെയാ? നമ്മൾ പറയാം ദൈവത്തിൻ്റെ മകനാ ഞാൻ മകളാന്ന് പറഞ്ഞ് നമ്മൾ അടക്കത്തുള്ളൂ. എന്നിട്ട് നമ്മൾ അയ്യോ തായേ ഒന്നുമില്ലേ ഇങ്ങനെ നടക്കി. നമുക്ക് ഈ കാഴ്ചപ്പാടിലത്തുള്ള നമ്മൾ ഓരോരുത്തർ ഈ ലോകത്തിൽ ഏറ്റവും ബെസ്റ്റായി നടക്കേണ്ടത് ദൈവത്തിൻ്റെ മക്കളാണ്. ഒത്തിരി സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ചില ദൈവമനുഷ്യർ ചില രാജ്യങ്ങളിൽ പോയി ഇറങ്ങുമ്പോൾ തന്നെ അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ സ്ഥിതി കംപ്ലീറ്റ് മാറുന്നതാണ്. കാരണം അവർക്ക് തന്നെ നല്ല ബോധ്യമുണ്ട് ഞാൻ ആരാണ്. നിങ്ങളൊരു സിറ്റിയിൽ പോയി കടന്നാൽ ആ സിറ്റിയിലെ ചരിത്രം മാറണം. ഒരു സ്ഥലത്ത് പോയാൽ ആ സ്ഥലം കംപ്ലീറ്റ് ചേഞ്ച് ആവണം. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ മകനാണ്. യേശു ഗദരദേശത്ത് പോയി കാൽ ചവിട്ടിയപ്പോൾ ദുരാത്മാവ് ബാധിച്ച മനുഷ്യൻ ഓടി യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു. 1ഉം 2ഉം അല്ല, എത്ര ദുരാത്മാവ് ഉണ്ടായിരുന്നേ? പറഞ്ഞേ എത്രയാ? 3 പറ. എത്ര ദുരാത്മാക്കൾ ഉണ്ടായിരുന്നു ആ മനുഷ്യൻ്റെ കയ്യിൽ? അവൻ്റെ പേരെന്നായിരുന്നു? ലഗ്യോൻ. നേരത്തെ പറഞ്ഞു ലഗ്യോൻ വെച്ച് എത്രയാ? 6,000. ഒരു മനുഷ്യന്റെ മേൽ 6,000 ദുരാത്മാക്കൾ. അവരൊരുമിച്ച് വരുക യേശുവിൻ്റെ അടുക്കിലേക്ക്. യേശു ഒറ്റയ്ക്ക്. യേശു കാൽ വെച്ചപ്പം 6,000 ഒരുമിച്ച് വന്നു. എന്നിട്ട് പറയുവാണ് ഞങ്ങളെ ഉപദ്രവിക്കല്ലേ. ഒരു മനുഷ്യന്റെ മേൽ 6,000 ഈവിൽ സ്പിരിറ്റ്സിന്, ദുരാത്മാവിന് ഇരിക്കാൻ പറ്റി. ശരിയല്ലേ? നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ. ദുരാത്മാവ് എന്ന് പറയുമ്പോൾ സ്പിരിറ്റ്സ് ആണ്, സ്പിരിറ്റ് ബീയിങ്സ്. നേരത്തെ ഞാൻ പറഞ്ഞു അവർക്ക് വലിയ സ്പേസ് ഒന്നും വേണ്ട. ഒരു മനുഷ്യൻ 6,000 സ്പിരിറ്റ്സിനെ ക്യാരി ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയധികം സ്വർഗീയ ദൂതന്മാരെ ക്യാരി ചെയ്യാൻ പറ്റണം? മനസ്സിലായില്ല? അതുകൊണ്ട് വചനം പറഞ്ഞു യു ആർ ദ സിറ്റി. നിങ്ങളാണ് ദൈവത്തിൻ്റെ പട്ടണം. ദൈവരാജ്യം എവിടെയാ? നിങ്ങളുടെ ഉള്ളിലാ. നിങ്ങൾക്ക് ദൈവരാജ്യത്തെ ചുമക്കാൻ പറ്റും. ഇതൊക്കെ പറയുമ്പോൾ വെറുതെ അല്ല. ഒരു രാജ്യം, ദൈവിക രാജ്യം, ആ സ്പിരിറ്റ് ബീങ്, ആ ഒരു സ്പിരിച്വൽ തലം മുഴുവൻ നിങ്ങളുടെ അകത്ത് ചുമക്കാൻ പറ്റുന്ന രീതിയിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന പോലെ ഒരു തലയും ഉടലും ഈ 2 പാൻറ്റും ഷർട്ടും അല്ല നമ്മൾ. വി ആർ സ്പിരിറ്റ് ബീയിങ്സ്. വചനം പറയുകയാണ് നമ്മൾ ഓരോരുത്തരും സ്പിരിറ്റ്സ് ആണ്. നമ്മൾ ആത്മാവാണ്. നമ്മൾ ഈ ബോഡിക്കകത്ത് താമസിക്കുന്നേ ഉള്ളൂ. ഈ പുറമെ കാണുന്നതല്ല നമ്മൾ. അല്ലേ? മരിച്ചുപോയ നമ്മളെന്ത് പറയും?
ബോഡി എടുക്കാറായോ? വിനോദിന് എടുക്കാറായോ ചോദിക്കില്ലല്ലോ. ചോദിക്കുമോ? ചോദിക്കത്തില്ല. കാര്യം എന്നാ? വിനോദ് പോയി എന്നേ പറയത്തുള്ളൂ. കാര്യം ആരാ പോയേ? ആള് പോയി എന്ന് പറയും അല്ലേ? അകത്തുള്ളതാണ് നമ്മൾ. ആ അകത്തെ മനുഷ്യനിലാണ് ദൈവരാജ്യത്തെ മുഴുവൻ വച്ചുകൊണ്ടിരിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത്. ഹല്ലേലൂയ. ഈ അകത്തെ മനുഷ്യന്റെ ശക്തി വലുതാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പിൻ. 46 വർഷം കൊണ്ട് പണിത യെരൂശലേം ദേവാലയം പൊളിക്ക്, ഞാൻ 3 ദിവസം കൊണ്ട് പണിയാം. കാര്യം എന്താ? ആ യെരൂശലേം ദേവാലയം ദൈവമഹത്വം വസിച്ചിരുന്നതാണ്, ദൈവം വസിക്കുന്ന ആലയമായിരുന്നു. യേശു പറയാണ്, ഇതിനെ പൊളിപ്പിൻ, ഞാൻ വേറൊരെണ്ണം പണിയും. യേശു പറഞ്ഞത് തൻ്റെ ശരീരത്തെക്കുറിച്ചായിരുന്നു. നമുക്കറിയാം, യേശു 3 ദിവസം കൊണ്ട് പണിതെടുത്ത ശരീരങ്ങളാണ് നാം ഓരോരുത്തരും. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനം പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഹല്ലേലൂയ. നമ്മൾ സാധാരണക്കാരല്ല. നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. എവിടെ? നമ്മുടെ ആത്മാവിൽ വസിക്കുന്നു. ഈ ആത്മാവ് നമ്മുടെ മനസ്സുമായി ഒന്ന് കണക്ട് ചെയ്ത് കിട്ടിയാലുണ്ടല്ലോ, അതാ പൗലോസ് പറയുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ അതും ഇതുമായി അലൈൻ ചെയ്താലുണ്ടല്ലോ, നമ്മളെപ്പറ്റി ഒന്നിനും പിടിച്ചാൽ കിട്ടത്തില്ല. ആത്മാവ് പറയും, യു ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്, നീ ക്രിസ്തുവിൽ പൂർണ്ണനാണ്. ആത്മാവ് പറയുന്നു, നീ അവന്റെ അടിപ്പിടാൽ സൗഖ്യമായിരിക്കുന്നു. ആത്മാവ് പറയുന്നു, നീ സമ്പന്നനാണ് സ്വർഗത്തിലെ സകല അനുഗ്രഹത്താൽ. പക്ഷെ അതേസമയം നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും പറയും, രോഗിയാണ്, കടക്കാരനാണ്, ഒന്നുമില്ലാത്തവനാണ്. പക്ഷെ ഈ ശരീരവും മനസ്സും ആത്മാവിൽ ദൈവം എന്താക്കി വച്ചിരിക്കുന്നോ ആ സത്യവുമായി കണക്ട് ചെയ്യപ്പെട്ടാൽ പിന്നെ നിന്നെ ഒന്നിനും പിടിച്ചാൽ കിട്ടത്തില്ല. നീ തോൽവിയല്ല, അവനിൽ നീ ജയാളിയാണ്. നിന്നെ ഒരു സാത്താനും പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. കാരണം നീ ജയാളിയായി ക്രിസ്തുവിനെ ചുമക്കുന്നവനാണ്. അവന് മരണത്തിന് പോലും പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്നെയും മരണത്തിന് പോലും തൊടാൻ കഴിയത്തില്ല. നീ നടന്നു പോകുമ്പോൾ നിനക്ക് എന്തൊക്കെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് അറിയാമോ? നിനക്ക് 6000-ലധികം ദൂതന്മാരെ ചുമക്കുവാനായി കഴിയും. ഹല്ലേലൂയ. യു ആർ ദ സിറ്റി. വചനം പറഞ്ഞല്ലേ, മലമേലുള്ള പട്ടണമാണ് നിങ്ങൾ, മറഞ്ഞിരിക്കാൻ പാടില്ല. ഹല്ലേലൂയ. ആ പട്ടണം എന്ന് പറയാൻ കാരണം ഇതാ, ഒരു പട്ടണത്തിൽ എന്തൊക്കെ ഉണ്ടാവും? എന്താ ഇല്ലാത്തല്ലേ? എല്ലാം കാണും. അതുകൊണ്ടാണ് പറയാൻ, നിങ്ങളുടെ അകത്ത് ദൈവരാജ്യമുണ്ട്. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. അങ്ങനെയൊക്കെ പറയാൻ നമ്മൾ വിചാരിക്കും, അയ്യോ സ്വർഗമൊക്കെ നമ്മുടെ ഉള്ളിൽ വരുമോ? ഉണ്ട്. നിന്റെ ആത്മാവിന് അതിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിന്റെ തെളിവാണ് 6000 ദുരാത്മാക്കളെ ഒരു മനുഷ്യൻ ചുമന്നത്. പക്ഷെ ആ ദുരാത്മാവിനെ ചുമന്നപ്പോൾ അവൻ ഭവനത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. അവൻ എവിടെ ഉറങ്ങി? കല്ലറകളിൽ ഉറങ്ങി. കാരണം ആ ദുരാത്മാക്കൾ അങ്ങനെയാണ് അവനെ നയിക്കുന്നത്. അവൻ സ്വയം മുറിവേൽപ്പിച്ചു. മരിച്ചാൽ മതി എന്ന് പറഞ്ഞു, ഇടിച്ചും വേദനിപ്പിച്ചും അവൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോ യേശു പോയി 6000 ഭൂതങ്ങളെയും പുറത്താക്കിയപ്പോൾ അവൻ സുബോധമുള്ളവനായി മാറി. നാം ഓരോരുത്തരും സ്വർഗീയ ദൂതന്മാരുടെ അസിസ്റ്റൻസിൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ലോകത്തിൽ ജയാളികളായി ജീവിക്കേണ്ടവരാണ്. ദേ ആർ മൈറ്റി പവർഫുൾ. അവർ വളരെ ശക്തന്മാരാണ് ദൂതന്മാർ. ഈ ദൂതന്മാർ നമ്മുടെ ലൈഫിൽ ആക്ടിവേറ്റഡ് ആവാൻ, അല്ലെങ്കിൽ നമുക്ക് ഇവരെ കൂടുതലായി അവരുമായി ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ, അത് ഞാൻ ഒന്ന് പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ദൂതന്മാരെ കുറിച്ച് അറിവില്ലെങ്കിലും അതിനെതിരെ നെഗറ്റീവായിട്ട് പറയരുത്. അവരില്ല എന്നോ അവരെ കൊണ്ടൊന്നും കഴിയത്തില്ലെന്നോ അവർ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലെന്നോ എന്നുള്ള നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. മറ്റൊന്ന്, ദൂതന്മാർക്ക് പ്രവർത്തിക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. അതാണ് വളരെ പ്രാധാന്യം. നമുക്ക് ബൈബിളിലുടനീളം എല്ലായിടത്തും ദൂതന്മാരുടെ ശുശ്രൂഷ കാണാൻ കഴിയും. നമുക്ക് നമ്മുടെ ഭവനത്തിൽ ഈ ദൂതന്മാരുടെ ശുശ്രൂഷ അനുഭവിപ്പാൻ നല്ലൊരു പറ്റിയ ആറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാകുക. ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരിക്കലും ദൂതന്മാരെ ആരാധിക്കുന്നവരല്ല, പക്ഷേ നമ്മുടെ ലൈഫിനെ അവർക്ക് ശുശ്രൂഷിപ്പാനായി തുറന്നു കൊടുക്കണം. ഞാൻ എൻ്റെ കർത്താവിനോട് പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവിന്റെ നീന്തൽ നടക്കുവാനും അങ്ങയുടെ ദൂതന്മാർക്ക് എന്നെ ശുശ്രൂഷിപ്പാനുമായി ഞാൻ അനുവദിക്കുന്നു. യേശു ദൂതന്മാരെ തന്നെ ശുശ്രൂഷിക്കുവാനായി അനുവദിച്ചു. തൻ്റെ ക്രിട്ടിക്കൽ മൊമെന്റിൽ തകർന്ന് രക്തം പോലും ചോരത്തുള്ളിയായി വീഴുന്ന അവസരത്തിൽ വചനം പറയുന്നു, ദൂതൻ ഇറങ്ങി പ്രത്യക്ഷപ്പെട്ട് അവനെ ബലപ്പെടുത്തി. നിങ്ങൾ തകർന്നിരിക്കുന്ന നിമിഷങ്ങളിൽ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് കേട്ടോ. അത് ഞാൻ എങ്ങനെ അതിൻ്റെ ഫുൾ സ്റ്റോറി പറയുന്നില്ല. ഞാൻ ഒരിക്കലും ഒരു ക്രിട്ടിക്കൽ മൊമെന്റിൽ കടന്നു പോയപ്പോൾ, ഞാനൊരു വിചാരിച്ചിരുന്ന കാര്യം നടക്കാതെ വന്നപ്പോൾ, എങ്ങനെ പറയാം, അത് സിമ്പിളായി പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു എക്സാം ഞാൻ പാസ്സാകുമെന്ന് ഞാൻ 100% ഉറപ്പിച്ചു. ആദ്യത്തെ ഒരു 10 റാങ്കിൽ വരുമെന്ന് എനിക്ക് 100% ഉറപ്പിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഓഫീസിൽ ഇരിക്കുക. എന്നെക്കാളും പ്രതീക്ഷ എന്നെ കൂടുതൽ ആൾക്കാർക്ക്, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എന്നെക്കാളും പ്രതീക്ഷയാണ്. എനിക്ക് ഉറപ്പായിട്ടും കിട്ടും. ഞാൻ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അവർ വിശ്വസിക്കുന്നു.
ആ സമയത്ത് ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോൾ എൻ്റെ റാങ്ക് ലിസ്റ്റ് വരുക. എനിക്ക് ഇന്നും ഓർക്കുന്ന, ഇന്നത്തെ പോലെ ഓർക്കുക. ഞാൻ ആ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഞാനിങ്ങനെ സ്ക്രീനിൽ അത് ഓടിക്കുക. ആദ്യത്തെ 10 ഞാൻ നോക്കുക, വന്നിട്ടില്ല. 20 കണ്ടില്ല, 30 കണ്ടില്ല. ഞാൻ തകർന്നു വെച്ചാൽ എനിക്കറിയത്തില്ല. എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരെയും ഫേസ് ചെയ്യാൻ പോയാൽ അവർക്കും എൻ്റെ മുഖം നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ നോക്കുന്നുണ്ട്, 60 കഴിഞ്ഞ് 63 പോയി നിൽക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് എൻ്റെ പേര്. പക്ഷേ നെക്സ്റ്റ് മൊമെന്റിൽ എന്നെ ആരോ ഒന്ന് പിടിക്കുന്നതിന് തോന്നി. ലിറ്ററലി ഞാൻ ഇപ്പോൾ പറയുമ്പോൾ എനിക്കത് അനുഭവിക്കാൻ പറ്റുന്നത്. എൻ്റെ ഷോൾഡറിൽ ഒരാളെ കൈ വരുക, ഇങ്ങനെ പിടിച്ചിരിക്കുക. എനിക്കുണ്ടായ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എനിക്കത് വിശദീകരിക്കാൻ കഴിയില്ല. ഞാൻ ആള് മാറിപ്പോയി. ഞാനിത് പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കിത് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയട്ടെ. എന്നെ വിളിക്കുന്നവരെ ഞാൻ ആശ്വസിപ്പിക്കുകയും ഞാൻ അവരോട് പറയാണ്, ഒരു കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ ഇങ്ങനെ എന്ന് സംസാരിക്കുമ്പോൾ ചിലരോട് ചോദിച്ചു, വിനോദ് എങ്ങനെ സാധിക്കുന്നു, നിനക്കിത് എങ്ങനെ പറയാൻ പറ്റുന്നു? അന്ന് എൻ്റെ കൂടെ ഉണ്ട പലർക്കും അത് കിട്ടിയപ്പോൾ അവർ പറയാം, ഞങ്ങൾ കിട്ടിയില്ലെങ്കിൽ നിനക്ക് കിട്ടും ഞങ്ങൾ വിചാരിച്ചു, പക്ഷെ എന്താണ് കിട്ടാത്തേ? അപ്പം ഞാൻ പറയും, ഒന്നും കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമില്ല, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ എനിക്ക് ഇന്നും ആ മൊമെന്റ് ആലോചിക്കുമ്പോൾ എനിക്ക് അനുഭവിക്കാൻ പറ്റും. അന്ന് എനിക്ക് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, അന്ന് എൻ്റെ ക്രിട്ടിക്കൽ മൊമെന്റിൽ എന്നെ ശക്തിപ്പെടുത്താൻ, എന്നെ ബലപ്പെടുത്താൻ ദൈവദൂതന്മാർ ഇറങ്ങി നിന്നതാ. ഹല്ലേലൂയ. ചിലപ്പോൾ ലോകത്തിനത് ഭോഷത്വമായി തോന്നുമായിരിക്കും. അങ്ങനെയാണ്. സുവിശേഷം വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാണ്, വിശ്വസിക്കാത്തവർക്ക് അത് ഭോഷത്വമാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവത്തിൻ്റെ ദൂതന്മാർ എനിക്ക് അന്നും ഇന്നും കാവലായി കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അനുവദിക്കുക. നിങ്ങൾ നെഗറ്റീവ് പറയരുത്. പകരം കർത്താവേ, അങ്ങ് ദൂതന്മാരുടെ ശുശ്രൂഷയെ അനുവദിച്ചതുപോലെ ഞാനും എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ നിയോഗത്തിൽ ദൂതന്മാരെ അനുവദിക്കുന്നു. എന്നെ ബലപ്പെടുത്താൻ, എന്നെ സ്ട്രെങ്തൻ ചെയ്യാൻ, എന്നെ കാക്കുവാൻ, എൻ്റെ വഴികളിൽ എന്നെ നടത്തുവാൻ, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൂതന്മാരെ അനുവദിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണൽ ഏഞ്ചൽസ് ഉണ്ട്. നിങ്ങൾ അറിയാവോ, നിങ്ങളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് തന്നെ ദൂതന്മാരുടെ സാന്നിധ്യത്തിലാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം ഞാൻ വായിക്കാം. അതിന് മുമ്പായിട്ട് 18 മുതൽ വാക്യം ഞാൻ വായിക്കാം. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും, അതേത് പർവ്വതം അറിയാവോ? സീനായി പർവ്വതം. അന്ന് മോശയുടെ കാലത്ത് തീ കത്തിയ പർവ്വതം. ആ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയുടെയും അടുക്കലല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. അതായത് മോശയുടെ കാലഘട്ടത്തിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ അന്ന് സീനായി പർവ്വതത്തിന് മുകളിൽ കണ്ട സംഭവങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അവിടെ അല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. പകരം മറിച്ച് നിങ്ങൾ പിന്നെയോ സിയോൻ പർവ്വതത്തിനും, സീനായി പർവ്വതം അല്ല, സിയോൻ പർവ്വതം. സിയോൻ പർവ്വതം ആരാ? നമ്മളാ സിയോൻ. വി ആർ ദ സിയോൻ. ഓക്കെ. സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും. സ്വർഗീയ യെരൂശലേം ആരാ? നാമാണ്. പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ അറിയാൻ പറ്റും, വി ആർ ദ ന്യൂ ജെറുസലേം. നമുക്ക് അടുത്ത് പറയുകയാണ്, സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ സംഘത്തിനും. ഹല്ലേലൂയ. അനേകായിരം ദൂതന്മാർ. അവിടെ എഴുതിയിരിക്കുന്നത് ഇന്യൂമറസ്, എണ്ണിക്കൂടാതെ വണ്ണം ദൂതന്മാരുടെ സാന്നിധ്യത്തിലും അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. താഴോട്ട് വായിക്കുമ്പോൾ അറിയാം, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിലും അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. സഭയായി നമ്മൾ കൂടി വന്നിരിക്കുമ്പോൾ നമ്മുടെ മധ്യേ എണ്ണിക്കൂടാതെ വണ്ണം സ്വർഗീയ ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. അവർ നമുക്ക് ചുറ്റുമായിരിക്കുകയാണ്. സാക്ഷികളുടെ വലിയ സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. അതിലേക്കൊന്നും വിശദീകരിക്കാനായി പോകുന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ദൂതന്മാർക്ക് യാതൊരു വിധമായ ഫിസിക്കൽ ലിമിറ്റേഷൻസും ഇല്ല. സ്പേസ് ലിമിറ്റഡ് ആയി കുഴപ്പമില്ല. നിങ്ങളുടെ ഭവനം എത്ര ചെറുതായിക്കോട്ടെ, അതിനകത്തും ആയിരക്കണക്കിന് ദൂതന്മാർക്ക് വസിക്കുവാനായി, നിങ്ങളുടെ കൂടെ ആയിരിക്കാനായി കഴിയും. ഹല്ലേലൂയ. 2 കാര്യങ്ങളുടെ ബൈബിളില് ചില പ്രത്യേക പല സന്ദർഭങ്ങളിൽ നമുക്ക് ദൂതന്മാരെ കാണാൻ കഴിയും. എങ്കിലും 2 പ്രത്യേക സന്ദർഭങ്ങളിൽ ദൂതന്മാരെ നമുക്ക് ഫ്രീക്വന്റ് ആയി കാണാൻ പറ്റും. ഒന്ന്, പ്രാർത്ഥന. ദൈവമായുള്ള ബന്ധത്തിൽ പ്രാർത്ഥന എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ദൂതന്മാരുടെ സാന്നിധ്യം അധികമായി കാണാൻ കഴിയും. ദാനിയേലിന്റെ ജീവിതം നോക്കി അറിയാൻ പറ്റും. ദാനിയേൽ ഒത്തിരി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവൻ അടുക്കലേക്ക് ദൂതൻ ഇറങ്ങി വന്നു. പ്രാർത്ഥിക്കുക മാത്രമല്ല, ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ, നിന്നെ തീച്ചുളയിടാൻ പോയാലും സിംഹത്തിന്റെ കുഴിയിടാൻ പോയാലും അവിടെയൊക്കെ ഈ ദൂതന്മാരെ കാണാൻ കഴിയും. നിങ്ങൾ അവരുമായിട്ട് ലിറ്ററലി ഒരു ബന്ധത്തിലാണെങ്കിൽ, നിങ്ങളവരുടെ സാന്നിധ്യത്തെ അനുവദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ എല്ലാ മൊമെന്റിലും ഈ ദൂതന്മാരെ നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്, ഹെരോദ രാജാവ് യേശുവിന്റെ ശിഷ്യനായിരുന്ന യാക്കോബിനെ പിടിച്ച് കൊന്നു. സഭയ്ക്കെതിരെ ഭയങ്കരമായ
പ്രതികൂലമായ അവസ്ഥ നിലനിന്ന കാലം. ഹെരോദാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബൈബിളിൽ പ്രത്യേക പുതിയ നിയമത്തിൽ ഹെരോദാവ് എന്ന് പറയുന്ന പേര് പലയിടത്ത് കാണാൻ പറ്റും. ഇതൊരു സ്ഥാനപ്പേരാണ്. പഴയ നിയമത്തിൽ ഫറവോ എന്ന് പറയുന്ന പോലെ ഹെരോദാവ് ഒരാളുടെ പേരല്ല, അതൊരു സ്ഥാനപ്പേരാണ്. പുതിയ നിയമത്തിൽ ഏകദേശം 6ഓളം ഹെരോദ രാജാവുമാരെ കാണാൻ പറ്റും നമുക്ക്. യേശുവിൻ്റെ ജനനസമയത്ത് ഹെരോദ രാജാവിനെ കാണാൻ കഴിയും. യോഹന്നാൻ സ്നാപകൻ കൊല്ലപ്പെടുമ്പോൾ ഒരു ഹെരോദ രാജാവിനെ കാണാൻ പറ്റും. ഓക്കെ, യേശുവിനെ ട്രയൽ ചെയ്യുമ്പോൾ അവിടെ ഒരു ഹെരോദാവിനെ കാണാൻ പറ്റും. ഇങ്ങനെ പല സമയങ്ങളിൽ പല സ്ഥലത്ത് ഹെരോദ രാജാവിനെ കാണാൻ പറ്റും. അതൊരു സ്ഥാനപ്പേരാണ് ഹെരോദാവ്. ഓക്കെ, അവരുടെ പേര് വേറെ ആയിരിക്കും. അഗ്രിപ്പ ഫസ്റ്റ്, അഗ്രിപ്പ സെക്കൻഡ്, ഇതൊക്കെ അവരുടെ ഒറിജിനൽ നൈമും. ഹെരോദാവ് എന്ന് പറയുന്നത് അവരുടെ സ്ഥാനപ്പേരുമാണ്. അങ്ങനെയുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു രാജാവ്, ഒരു ഹെരോദാവ് യേശുവിൻ്റെ സഹോദരനായിരുന്ന യാക്കോബിനെ പിടിച്ച് കൊന്നു. അടുത്ത് അവർക്ക് അത് കൊള്ളാൻ തോന്നിയപ്പോൾ അടുത്ത് ആരെ പിടിച്ചു? പത്രോസിനെ പിടിച്ചു. പത്രോസിനെ പിടിച്ച് കൊല്ലാൻ വേണ്ടി കൊണ്ടിട്ടിരിക്കുക. ഇതേ സമയം സഭയ്ക്ക് മനസ്സിലായി ഇതൊരു ക്രിട്ടിക്കൽ മൊമെൻ്റ് ആണ്. ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കണം. ആദിമസഭ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ ഒരുമിച്ച് കൂടിയിരുന്ന് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ്. ഇതേ സമയത്ത് പത്രോസ് എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുകയാണ്, സുഖമായി ഉറങ്ങുക. പത്രോസ് ഒന്ന് ഉറങ്ങുക, അതായത് നാളെ കൊല്ലാൻ വെച്ചേക്കുക, ഇന്ന് സുഖമായിട്ട് ഉറങ്ങുക. നല്ല ഉറക്കം പത്രോസ്. ആ സ്ഥലത്തേക്ക് ദൂതൻ പ്രത്യക്ഷനായി. അതിൻ്റെ 7ാമത്തെ വാക്യം വായിക്കുന്നതിനാണ്, പെട്ടെന്ന് അവിടെ ഒരു ദൂതൻ ആ കാരാഗൃഹത്തിനകത്ത് പ്രത്യക്ഷനായി. ദൂതൻ വന്നപ്പോൾ പത്രോസ് അറിയുന്നില്ല, കാരണം പത്രോസ് ഉറങ്ങുക. വചനം പറഞ്ഞതിനാണ് പത്രോസിനെ തട്ടി വിളിച്ചു ദൂതൻ. അത്രമാത്രം നല്ല ഉറക്കം. പത്രോസിനെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് എഴുന്നേക്കാൻ പറഞ്ഞു. പത്രോസ് തട്ടി വിളിച്ചപ്പോൾ തന്നെ ദൂതന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ അവന്റെ കൈകളിലെ ചങ്ങൽ അഴിഞ്ഞുപോയി. They are mighty angels. അവരുടെ സാന്നിധ്യം പോലും അത്ഭുതത്തെ കൊണ്ടുവരും. അവർ വന്ന് തട്ടിയപ്പോൾ തന്നെ അഴിഞ്ഞുപോയി, എല്ലാം അഴിഞ്ഞു. മാത്രമല്ല, തട്ടി അവരെ വിളിച്ച് നടന്നു പോവുക. വാതിലൊക്കെ തുറക്കുക, ഓട്ടോമാറ്റിക്കായി തുറക്കുക. ദൂതൻ നിന്റെ കൂടെ നടക്കുമ്പോൾ നിന്റെ മുകളിലുള്ള പ്രശ്നങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മാറാൻ തുടങ്ങും. കാരണം അത്രമാത്രം ദേ ആർ പവർഫുൾ. അതായത് സ്വർഗത്തിലെ, ഞാൻ വിശ്വസിക്കുന്നു, ഒരു സാധാ ഒരു ഏഞ്ചൽ ആയിരിക്കില്ല, ചിലപ്പോൾ അതൊരു ഉന്നത റാങ്കിലുള്ള ഏഞ്ചൽ ആവാം, എന്തോ ആവാം. പക്ഷെ ആ ഏഞ്ചൽ വന്നപ്പോൾ ഡോറുകൾ ഓപ്പണായി. അതിനുശേഷം പത്രോസിനെ നഗരവാതിൽ കൊണ്ടുപോയിട്ട് ദൂതൻ അപ്രത്യക്ഷനായി. പത്രോസ് നേരെ പോയി, സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്, ഡോറിൽ പോയി തട്ടി വിളിക്കുക. അപ്പോൾ ഒരു സഹോദരി ഓടി വന്നു. നോക്കിയപ്പോൾ വാതിൽക്കൽ ആര് നിൽക്കുന്നു? ആര് നിൽക്കുക? പത്രോസ് നിൽക്കുക. ഉടനെ അവൾ പോയി അകത്ത് പറഞ്ഞു, പത്രോസ് വാതിൽക്കൽ നിൽക്കുന്നു. ഉടനെ സഭ പറയുക, കൂടി പ്രാർത്ഥിച്ചുകൊണ്ടവർ പറയുക, അത് പത്രോസ് ആയിരിക്കത്തില്ല, പിന്നെ ആരായിരിക്കും? നിങ്ങൾ വായിച്ചിട്ടില്ലേ? പത്രോസിന്റെ ദൂതനായിരിക്കും. എന്ന് വെച്ചാൽ ഇന്നത്തെ സഭ ദൂതന്മാരിൽ വിശ്വസിക്കുന്നതിനേക്കാൾ അധികമായി ആദിമസഭ വിശ്വസിച്ചിരുന്നു. അതായത് നേരിട്ട് പത്രോസ് വന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വാസമില്ല, പക്ഷേ അതിനേക്കാൾ അവർക്ക് വിശ്വാസമുണ്ട് പത്രോസിന്റെ ദൂതനായിരിക്കാം. പല സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യം കാണാൻ പറ്റും. ചിലപ്പോൾ പത്രോസിന്റെ ദൂതൻ, ഇപ്പോൾ നന്ദുവിന്റെ ദൂതൻ ചിലപ്പോൾ നന്ദുവിനെ പോലെ തന്നെ ആയിരിക്കാം വെളിപ്പെടുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കാം. അങ്ങനെയുള്ള ഇൻസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ അന്ന് പറഞ്ഞത് ദൂതനായിരിക്കാം. പക്ഷേ ലിറ്ററലി ദൂതൻ പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കരുതി ചിലപ്പോൾ ഞാൻ സ്വപ്നം കാണുന്ന വിചാരിച്ച്. ഇത്തരത്തിലായിരുന്നു അന്ന് ദൂതൻ അവിടെ വർക്ക് ചെയ്തത്. അതായത് അവരുടെ പ്രാർത്ഥന, സഭയുടെ പ്രാർത്ഥന, ശ്രദ്ധയോടുള്ള പ്രാർത്ഥന ഏഞ്ചലി റെലമിനെ ആക്ടിവേറ്റ് ചെയ്തു. ദൂതന്മാരുടെ തലങ്ങളെ ആക്ടിവേറ്റ് ചെയ്തു. നമുക്കിതിനെക്കുറിച്ച് അറിവില്ലെങ്കിലോ, അവരറിവുള്ളവരായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞേ അത് പത്രോസ് ആയിരിക്കില്ല, ദൂതനായിരിക്കുമെന്ന്. നമ്മൾ ഈ തലം അറിവുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ആരാധനകളിൽ ദൂതന്മാരുടെ സാന്നിധ്യത്തെ അധികമായി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായി കഴിയും. ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ദൂതന്മാരുണ്ട്, അതൊന്നും നമുക്കിന്ന് ചിന്തിക്കുന്നില്ല, അത് വേറൊരു ദിവസം ചിന്തിക്കാം. എന്തായാലും ഒരു കാര്യം പറയാം, ദൂതന്മാർ പ്രാർത്ഥനയിൽ ആക്ടിവേറ്റഡ് ആവും. മറ്റൊന്ന്, ദൈവത്തിൻ്റെ വചനത്തിനാൽ they will be get activated. കാരണം സംഗീത പുസ്തകം 103-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു. ഞാൻ അതുകൊണ്ട് പറഞ്ഞ് ക്ലോസ് ചെയ്യാം. സംഗീതം 103:20. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ അവൻ്റെ ദൂതന്മാർ. അതായത് ദൈവത്തിൻ്റെ ശബ്ദം എവിടെ കേൾക്കുന്നുവോ അവിടെ ദൂതന്മാർ ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ഹല്ലേലൂയ. കാരണം ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ദൂതൻ ദാനിയേലിന് മുമ്പിൽ വന്നിട്ട് പറയുക, നിന്റെ പ്രാർത്ഥന തുടങ്ങിയ അന്ന് തന്നെ ഞാൻ അവിടെ അയക്കപ്പെട്ടു. എങ്ങനെ അയക്കപ്പെട്ടു? നിന്റെ വാക്ക് ഹേതുവായി ഞാൻ വന്നിരിക്കുന്നു. അതായത് നിന്റെ വാക്കിനാണ് ഞാൻ
ചലിച്ചത്. നമ്മുടെ വാക്കുകളാണ് പലപ്പോഴും ദൂതന്മാരെ ചലിപ്പിക്കുന്നത്. അതുകൊണ്ട് നെഗറ്റീവ് വാക്കുകൾ ഒഴിവാക്കുക, പകരം ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ സംസാരിക്കുക. ഞാൻ ഒരിക്കൽ നിങ്ങൾ പറയണ്ടായി, ഇത് ദൈവത്തിൻ്റെ വചനമാണല്ലേ. ഇത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഷെൽഫിൽ ഇരിപ്പുണ്ടാവും അല്ലേ? ഇല്ലേ? ചിലരൊക്കെ തലേണയുടെ അടിയിൽ ഇരിപ്പുണ്ടാവും. തലേണയുടെ അടിയിൽ വെച്ചിട്ടില്ലേ? ചിലരുടെ വീട്ടിൽ പോയാൽ തലേണയുടെ അടിയിൽ ഇങ്ങനെ വച്ചിരിക്കും ഇത്. അപ്പോൾ ഇതിന് നിങ്ങളുടെ വീട്ടിൽ ഷെൽഫിലിരുന്നാൽ ഇതിനകത്തിരുന്ന വചനം സംസാരിക്കുമോ? ശബ്ദമുണ്ടോ? നിങ്ങളൊന്നും മിണ്ടാത്തേ. ഇതൊന്നും പറയുമ്പോൾ ഇഷ്ടമല്ല അല്ലേ? വേറെ അതൊന്നും പറയരുത്. ഇത് നമ്മളിങ്ങനെ പള്ളിയിൽ ആരാഴ്ച കൊണ്ടുപോകും, ഇങ്ങനെ കൊണ്ട് വയ്ക്കും. നല്ല മണമോ തുറക്കുമ്പം, കാരണം പൊടിയൊന്നും അടിച്ചിട്ടില്ല. ചില പേജിലൊക്കെ ഒട്ടിയിരിക്കുന്ന പേപ്പർ പോലും നൂത്തിട്ടില്ല. നമ്മൾ നല്ല ഭംഗിയാണ്, ഒരഴുക്കില്ല. നിങ്ങളുടെ ബൈബിൾ കണ്ടറിയാം നിങ്ങൾ വായിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. പലരും ബൈബിളൊക്കെ ഉപയോഗിക്കാൻ കൊണ്ടിട്ടാലും അഴുക്കാവും, അത് വേറെ. പക്ഷേ ഈ ബൈബിളിൽ എഴുതപ്പെട്ട വചനമാണല്ലോ അല്ലേ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കേൾക്കാമോ? വചനത്തിൻ്റെ ശബ്ദം കേൾക്കാമോ? കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാന്നുണ്ടെങ്കിൽ ചെവിക്ക് എന്തോ പ്രശ്നമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രത്യേക ഗിഫ്റ്റിംഗ് ഉണ്ട്. കേൾക്കാമോ? കേട്ടൂടെ അല്ലേ? അർത്ഥം എന്താ? ഇതിങ്ങനെ ഇരുന്നാൽ ശബ്ദം ഉണ്ടാവത്തില്ല. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ളതെന്നാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ. അതിന് ഒരു വേർഷൻ ഞാൻ ഒരിക്കൽ സംസാരിച്ചതാണ്. അത് ഇറ്റ് ഈസ് ഫോർ 2 മൗത്ത് സോഡ് എന്ന, 2 വായ് ഉള്ള വചനം എന്നാണ്. 2 വാ എന്ന് വെച്ചാൽ ഈ വചനം ഒരിക്കൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഒരിക്കൽ ഇത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നല്ല വന്ന, വായിൽ നിന്നാണ്. കാരണം എല്ലാ തിരുവെഴുത്തും ദൈവ ശ്വാസീയമാണ്. ദൈവത്തിൻ്റെ ശ്വാസമുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ് ഹല്ലേലൂയ എന്ന് പറഞ്ഞു നോക്കിയേ. ഉറക്കെ പറ. ഇങ്ങനെ വെച്ചിട്ട് പറ, കൈ വെച്ചിട്ട് പറ. അപ്പൊ കയ്യിൽ എന്താ ഫീൽ ചെയ്തേ? ഹല്ലേലൂയ എന്ന് പറഞ്ഞപ്പോൾ കയ്യിൽ എന്ത് ഫീൽ ചെയ്തു? ശ്വാസം ഫീൽ ചെയ്തല്ലേ. അതായത് ശ്വാസം പുറത്തു വിടാതെ ഒരു ശബ്ദം ഉണ്ടാക്കാൻ സാധ്യമല്ല. സംസാരിക്കുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്നത് എന്താണ്? ശ്വാസമാണ്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇത് അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഇത് പുറപ്പെടുമ്പോൾ തന്നെ അവൻ്റെ ശബ്ദം വരുമ്പോൾ തന്നെ ശ്വാസവും റിലീസ് ചെയ്തു. അവൻ്റെ ശ്വാസം എന്താ? അത് ജീവിപ്പിക്കുന്ന. യേശു പറഞ്ഞു, ഞാൻ സംസാരിക്കുന്ന വചനം അത് ജീവനും ആത്മാവുമാണ്. വെറും മണ്ണായിരുന്ന ആദമിലേക്ക് ദൈവം ഊതി, അവൻ ജീവനുള്ള ദേഹിയായി മാറി. നമ്മുടെ ജീവിതത്തിൽ മരണകരമായ എല്ലാ അവസ്ഥയ്ക്കുള്ള റെമഡി എന്ന് പറയുന്നത് ഈ ശ്വാസമാണ്. പക്ഷെ ഒരു പ്രശ്നമൊന്നുണ്ട്, ഈ ശ്വാസം ഇങ്ങനെ ഇരുന്നാൽ പുറത്തു വരത്തില്ല. എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ 2 വായ്ക്കുള്ളതാണ്. ഒരു വാ ദൈവത്തിൻ്റെത്, രണ്ടാമത്തെ വാ നമ്മുടേതാണ്. അതൊന്നും പറ്റൂല അല്ലേ. ഇത് തുറന്ന് നമ്മൾ വായിക്കണം. ഇത് വായിക്കുമ്പോഴാണ് ഇതിന് ശബ്ദമുണ്ടാകുന്നത്. ഇതിൻ്റെ ശബ്ദം നമ്മളാ, ഇതിന് ശബ്ദം കൊടുക്കുന്നത് നമ്മളാ. നേരത്തെ പറഞ്ഞില്ലേ, അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ ദൂതന്മാർ. അങ്ങനെയാണെങ്കിൽ അവൻ്റെ വചനം നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ ശബ്ദം ദൂതന്മാർ കേൾക്കണമെങ്കിൽ നമ്മൾ വായി തുറന്ന് വായിക്കണം. നിങ്ങളുടെ ഭവനത്തിൽ ഈ വചനത്തെ ഉറക്കെ വായിക്കുമ്പോൾ ദാറ്റ് ഈസ് എ സൂപ്പർ അറ്റ്മോസ്ഫിയർ ഫോർ ഏഞ്ചൽസ്. സ്വർഗീയ ദൂതന്മാർ ചലിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അത്. നിങ്ങൾ ഈ വചനത്തെ ഡിക്ലെയർ ചെയ്യണം. രാവിലെകളിൽ രാത്രികളിൽ നിങ്ങൾ ഈ വചനം വായിലൂടെ സംസാരിക്കണം. നിങ്ങൾ യാത്രകൾ നിങ്ങൾ സംസാരിക്കണം. നിങ്ങളുടെ നാവിൽ ഈ വചനമുണ്ടെങ്കിൽ, എപ്പോഴും ഈ വചനങ്ങൾ സംസാരിക്കുന്നതാണെങ്കിൽ ദൂതന്മാരുടെ ആക്ടിവിറ്റീസ് എപ്പോഴും കൂടുതലായിരിക്കും. ദൂതന്മാർ ഇന്നു മുതൽ നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് എൻകൗണ്ടർ ചെയ്യാൻ കഴിയട്ടെ. സൗഖ്യമാക്കുന്ന സ്വർഗീയ ദൂതന്മാർ, അനുഗ്രഹത്തിൻ്റെ ദൂതന്മാർ, നിങ്ങളുടെ ഭവനത്തിൻ്റെ ചുറ്റും പ്രൊട്ടക്ഷൻ്റെ ദൂതന്മാർ ചലിക്കട്ടെ. നിങ്ങൾ അവനെക്കുറിച്ച് അവെയർ ആവുക. പോകുന്ന വഴിയിൽ ദൈവത്തോട് സംസാരിക്കുക. ദൈവമേ, നിൻ്റെ ദൂതന്മാർക്കായി നന്ദി. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മാറില്ല. വചനം പറയുന്നു, നിനക്ക് ചുറ്റും അവൻ്റെ ദൂതന്മാർ പാളയമിറങ്ങി സംരക്ഷിക്കുന്നു. ശത്രുവിനൊന്നും തൊടാൻ കഴിയത്തില്ല. അയ്യോ സാത്താൻ അത് ചെയ്യും, സാത്താൻ ഇത് ചെയ്യുമല്ല. അവൻ എന്തോ ചെയ്തോട്ടെ, നിനക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഹല്ലേലൂയ. നമുക്ക് ചിലപ്പോഴൊക്കെ യൂട്യൂബിലൊക്കെ വീഡിയോ സജസ്റ്റ് ചെയ്ത് വരും. നമ്മുടെ മോഡിജി പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് SPG കമാൻഡോസ്. കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു രസമാണ്. അവരുടെ നടപ്പും അവരുടെ ഭാവവും അവരുടെ പ്രൊട്ടക്ഷനെ കണ്ട നമ്മൾ ഇയാളെ തൊടാൻ ലോകത്തിന് ഒന്നിനും കഴിയത്തില്ല. കാരണം എന്താ? അത്രയും ട്രെയിൻഡ് കമാൻഡോസ് ആണ് അതിന് ചുറ്റും ഇപ്പോൾ യാന്ത്രികമായി ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കയ്യിലിരിക്കുന്ന തോക്കുകളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അവർക്ക് എന്തുമാത്രം പ്രൊട്ടക്ഷനാണ് ഉള്ളത്. കാര്യം എന്താ? അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്.
രാജാവായ സർവശക്തനായ ദൈവത്തിൻ്റെ മക്കളാരെങ്കിലും നിങ്ങൾക്ക് സ്വർഗം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന SPG കമാൻഡോസ് ആണ് ഏഞ്ചൽസ്. ദേ ആർ മൈറ്റി. അവരെ നമ്മൾ ഒരിക്കലും അണ്ടർമൈൻ ചെയ്യരുത്, നിസ്സാരമായി കാണരുത്. അവരെ നമ്മൾ എന്ത് ചെയ്യുക? അവഗണിക്കരുത്. അവരെ ആരാധിക്കുവല്ല, പകരം അവരെ നമ്മൾ നമ്മുടെ ജീവിതത്തെ അനുവദിക്കുകയും അവരെക്കുറിച്ച് അറിയുകയും വേണം. ഹല്ലേലൂയ. ആ പ്രിവിലേജ് നടക്കുക. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സ്വർഗീയ ദൂതന്മാരെ നൽകിയിട്ടുണ്ട്. അവരെൻ്റെ വഴികളൊക്കെ എന്നെ കാക്കുകയാണ്, എന്നെ കരുതുകയാണ്, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. സ്വർഗീയ ദൂതന്മാർ, റാഫയേൽ എന്ന് പറയുന്ന ഒരു ദൂതനെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാനോനിക ബൈബിളിലില്ല, പക്ഷേ POC ബൈബിളിൽ കാണാൻ കഴിയും. റഫയേൽ, റാഫ എന്ന് വെച്ചാൽ സൗഖ്യമാക്കുന്ന. റഫയേൽ സൗഖ്യമാക്കുന്ന ദൂതനാണ്. സൗഖ്യമാക്കുന്ന ദൂതന്മാരുണ്ട്. ദൈവത്തിന് ചില അസൈൻമെൻറ്റുമായി ദൈവം ദൂതന്മാരെ അയക്കാറുണ്ട്. ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു നമ്മുടെ മധ്യയും ആ സ്വർഗീയ ദൂതന്മാർ റഫയേൽസുകൾ എന്ന് ചലിക്കട്ടെ, രോഗികളെ സൗഖ്യമാകണം. പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകളിൽ ഒത്തിരി സൗഖ്യങ്ങൾ കണ്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലും കണ്ട് ഒത്തിരി പേര് സൗഖ്യമാകുന്നുണ്ട്. ഈ സൗഖ്യമാക്കുമ്പോൾ മനസ്സിലാക്കുക, നിങ്ങളുടെ അടുക്കൽ ആ ദൂതന്മാർ വന്നിട്ടുണ്ട്, നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്, നിങ്ങളെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ നിങ്ങളെ ബലപ്പെടുത്താൻ, നിങ്ങളുടെ മുമ്പിലുള്ള അടഞ്ഞ വാതിലുകളെ തുറക്കാൻ, നിങ്ങളെ കെട്ടിയിരിക്കുന്ന ചങ്ങലകളെ പൊട്ടിപ്പാൻ ആ ദൂതന്മാർ ഇന്ന് ചലിക്കട്ടെ. നിങ്ങളെ തന്നെ അനുവദിച്ചാട്ടെ. ദൈവസന്നിധിയിൽ നിങ്ങൾ എനിക്കിതൊക്കെ, ഞാൻ ഇതൊന്നും വേണ്ട എന്ന് പക്ഷെ മറത്ത് നിൽക്കാതെ ദൈവസന്നിധിയിൽ പൂർണ്ണമായും താഴ്മയോടെ, കർത്താവേ, നീ എനിക്ക് വേണ്ടി ഒരുക്കിയിരുന്ന സകല നന്മകളും സകല പ്രൊട്ടക്ഷനുകളും എൻ്റെ ലൈഫ് ഞാൻ അനുവദിക്കുന്നു. അതാണ് ഏറ്റവും നല്ല താഴ്മ, ഏറ്റവും നല്ല കർത്താവിന് നമ്മെ തന്നെ വിനയപ്പെടുത്തുന്നതിന് സിമ്പൽ അതാണ്. അല്ലാതെ അഹങ്കാരികളെ പോലെ എനിക്കിതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ചിന്ത നിങ്ങൾക്ക് മാറ്റിവെച്ചിട്ട് ദൈവം ഒരുക്കിയിരുന്ന പൂർണ്ണമായ നന്മകളെ അനുഭവിപ്പാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ വിട്ടുകൊടുക്കുക. ഇന്ന് രാത്രിയിൽ സ്വർഗീയ ദൂതന്മാരെ അനുഭവിപ്പാൻ ഇടയായി തീരട്ടെ. നിങ്ങൾക്ക് എൻകൗണ്ടർ ചെയ്യുവാൻ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥലമായി നിങ്ങളുടെ ഭവനങ്ങൾ, പ്രാർത്ഥന മുറികൾ മാറട്ടെ. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും ഈ ദൂതന്മാരെ നിങ്ങൾ അനുഭവിപ്പാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ.